89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരയുടെ ടൈമാണ്. ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ അറിയാൻ എന്നത്തെയും പോലെ ഇന്നും നമ്മൾ ഒരുപാട് ശക്തിയോടുകൂടി, പൂർവാധികം ശക്തിയോടുകൂടി ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് അന്ന മാത്രമല്ല, എൻ്റെ കൂടെ ഒരു അതിഥി കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു അഭിജിത്ത് സർ. സർ നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സാറിന് കൂടുതലായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഏകദേശം 2 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലേ. നമ്മൾ ഇപ്പോൾ അറിയാലോ, ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടാണെന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം കലകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. കലകളുടെ കാലല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോ ഈ ഒരു ടോപ്പിക് നമ്മൾ എടുക്കാൻ പറ്റിയ സമയമാണ്. ബിക്കോസ് നമ്മുടെ കുട്ടികളൊക്കെ എക്സാമിന്റെ ഒരു ഭയങ്കര പീക്ക് പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ആൻഡ് എക്സാം കഴിഞ്ഞാൽ അവരവർക്ക് അവരവരുടെ ഇൻട്രസ്റ്റ് ഏതാണോ, ഇപ്പോൾ ഡാൻസ് ആണോ, പാട്ടാണോ, നാടകമാവട്ടെ, അഭിനയം ഏതും ആവട്ടെ, അവരുടെ ഫീൽഡിലേക്ക് കുറച്ചധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കലക്കൻ ടൈമിലൂടെയാണ് നമ്മളിതാ പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ അഭിജിത്ത് സാറുമായിട്ട് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളെ പറ്റി പതുക്കെ അറിയും. എന്തായാലും അതിനു മുൻപ് സാർ ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായിട്ട് സെന്റ് പോൾസ് കോളേജിൽ വർക്ക് ചെയ്യാണ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട്. എങ്ങനെയുണ്ട് കോളേജും കുട്ടികളും ആ ഒരു അന്തരീക്ഷമൊക്കെ? നന്നായിട്ട് പോകുന്നു. ഞാൻ ആക്ച്വലി ഇപ്പം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. ചങ്ങനാശ്ശേരി SB കോളേജിലായിരുന്നു ഡിഗ്രിയും PGയും ചെയ്തത്. അതിനുശേഷം ഞാൻ അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പണ്ട് മുതൽ തന്നെ എനിക്ക് അധ്യാപകനാകുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ആ ഒരു സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ടീച്ചേഴ്സായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ പണ്ട് മുതൽ തന്നെ. വിദ്യാർത്ഥികളുമായിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഏറെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പിന്നെ പഠിപ്പിക്കുക എന്നുള്ളത്, ക്ലാസ് റൂമിലായിരിക്കുക, സ്റ്റുഡൻസിനോട് ആയിരിക്കുക, പഠിപ്പിക്കുക, കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. വിഷയം ഇംഗ്ലീഷാണ്, ലിറ്ററേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ സബ്ജക്റ്റിൻ്റെ ആ ശ്രേണിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനും അപ്പുറമായിട്ട് കുട്ടികളോട് ഒരുപാട് ജനറൽ കാര്യങ്ങളും സംസാരിക്കാനുള്ള വലിയൊരു സ്പേസ് നമുക്കുണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഇനി അതൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ ഇച്ചിരി കലയും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുട്ടികളെ ആ ഒരു രംഗത്തേക്കും ഒന്നുകൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു സാറിനെ നമ്മുടെ എല്ലാവരുടെയും കോളേജുകളിലും സ്കൂളുകളിലും സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരാറുള്ള ഒരു പേഴ്സണാലിറ്റിയുമായിട്ട് ചിലപ്പോൾ ഒരുപാട് സാമ്യം ഉണ്ടാവും. കാരണം നമുക്കറിയാലോ, നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പ് മാത്രമല്ലടാ, കുറച്ചൊക്കെ കല, അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ടീച്ചേഴ്സ്, ഒരുപാട് മെന്റേഴ്സ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ ഒരാൾ തന്നെയാണ് അഭിജിത്ത് സാർ എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അങ്ങനെ അവൻ ശ്രമിക്കാറുണ്ട്. കാരണം ഓരോ വിദ്യാർത്ഥികളും ഡിഫറെന്റ് ആണ്. കാരണം ചിലർക്ക് പഠിത്തത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ഈ പറയുന്ന പോലെ മറ്റ് ആഗ്രഹങ്ങൾ ഉണ്ടാവും. സോ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്ത് അവരെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ കടമയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ ടേസ്റ്റിലേക്ക് അവരെ ഒന്ന് ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു അധ്യാപകൻ ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അത് കൃത്യമായിട്ട് ഇന്നത്തെ ഉയരയിലൂടെ നമുക്ക് കേൾക്കാനും അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറപ്പ് തരുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ കോളേജ് ബേസിൽ തന്നെ സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ഇപ്പോൾ 4 ഇയർ ഡിഗ്രിയുടെ ഒരു കാലമാണ്. വിദ്യാഭ്യാസ രീതി മൊത്തത്തിൽ കുറച്ചധികം മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ശരിക്കും ഈ ഒരു മാറ്റം നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നുണ്ടോ കുട്ടികളുടെ പഠനത്തിൽ ജനറലി? ഇപ്പം ഓണേഴ്സ് ഡിഗ്രിയാണ്, അതായത് 4 വർഷ ഡിഗ്രി കോഴ്സാണ്. സത്യത്തിൽ അത് തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഒരു ബാച്ച് പോലും കംപ്ലീറ്റ്ലി പുറത്തിറങ്ങിയിട്ടില്ല. നമ്മൾ ഓരോ വർഷവും അവർ ഓരോ ഇയറിലോട്ട് കയറുമ്പോഴത്തേക്കാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളും മനസ്സിലാക്കുന്നത്, അധ്യാപകർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറേ സാധ്യതകളുണ്ട്. കാരണം പണ്ട് ഈ പറയുന്ന പോലെ ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇന്ന പേപ്പറുകൾ എന്നുള്ളത് ഫിക്സ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. വിദ്യാർത്ഥികൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. മേജർ കോഴ്സുകളുണ്ട്, മൈനർ കോഴ്സുകളുണ്ട്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുണ്ട്, സ്കിൽ കോഴ്സുകളുണ്ട്. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാം. ഇപ്പം ഇടയ്ക്കൊരു വർഷം ബ്രേക്ക് എടുക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ 7 വർഷത്തിനുള്ളിൽ ഈ കോഴ്സ് തീർത്താൽ മതി. ഇങ്ങനെ പല സാധ്യതകളാണ് തുറന്നു വെക്കുന്നത്. ഇപ്പം സെക്കൻഡ് ഇയർ, ഇപ്പം ഞാൻ പറഞ്ഞു 2 വർഷം ഇപ്പം കഴിയുകയാണ്. ഇപ്പം ഈ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ അവർക്കൊരു ഇന്റേൺഷിപ്പ് ഉണ്ട് ഈ ഒരു വെക്കേഷൻ സമയത്ത്. അതും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ചെയ്യാം. അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് വരുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞത് നമ്മൾ പുതിയതാണ്.
അതുകൊണ്ട് ഇതിന് എത്രമാത്രം ഇതിനെ വിനിയോഗിക്കാൻ പറ്റും, അതിന്റെ സാധ്യതകൾ എത്രമാത്രം തുറക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ആ തുടക്കത്തിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ നമുക്കും ഉണ്ട്, വിദ്യാർത്ഥികൾക്കും ഉണ്ട്. പക്ഷേ ഇൻ കോഴ്സ് ഓഫ് ടൈം അത് അവരെ നല്ല രീതിയിൽ അവരെ ഏബിൾ ആക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മുടെ ഉയരെ ഇന്ന് നമ്മൾ ആ കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് അഭിജിത്ത് സാറും അന്നയും കൂടെ തന്നെയുണ്ട്. ഇനി നിങ്ങളും കൂടെ ഉണ്ടാവും കേട്ടോ. കാരണം ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയുള്ള യാത്രയിൽ, നമ്മുടെ ഉയരയുടെ യാത്രയിൽ നമ്മൾ കേൾക്കും, അറിയും, മനസ്സിലാക്കും. സോ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അഭിജിത്ത് TS. അഭിജിത്ത് സാറാണ് നമ്മുടെ കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് അല്ലേ. എന്തായാലും സാറ് 2 വർഷത്തോളമായിട്ട് ഇവിടെ നമ്മുടെ കളമശ്ശേരിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള സംസാരം നമ്മൾ കുറച്ച് മുൻപേ കഴിഞ്ഞേ ഉള്ളൂ. ഇനി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നപ്പോൾ നമ്മൾ ഈ ഒരു എൻറ്റയർ കാലത്തെ 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. മുൻപൊക്കെ വേറെ രീതിയിലാണെങ്കിൽ ലൈക്ക് AD BC ആണെങ്കിൽ ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ബിഫോർ കൊറോണ ആഫ്റ്റർ കൊറോണ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് അല്ലെ. എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആണ് 2 ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുക. നമ്മളിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇത് പഠന മേഖലയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്തായിരിക്കും വലിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ? അത് ഈ ടെക്നോളജിയുടെ കൂടുതൽ ഒരു ഡിപ്പെൻഡൻസ് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഒരു കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ഡിസൈസീവായിട്ടുള്ളൊരു പീരീഡ് ആയിരുന്നു. ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നൊരു സമയമായിരുന്നു. കാരണം അതുവരെ നമ്മൾ ഈ പറയുന്ന പോലെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ മുമ്പിലിരുത്തി പഠിപ്പിക്കുന്ന കുട്ടികൾ ആ ഒരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നു, അസൈൻമെന്റ് സബ്മിഷൻ ഓൺലൈനായി, ഈ പറഞ്ഞ പോലെ പേപ്പറൊന്നും വേണ്ടെല്ലാം ഡിജിറ്റലിലേക്കൊക്കെ മാറുന്നൊരു രീതി വന്നു. ഇപ്പോഴും അതിൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം കഴിയുന്നതും ഗവൺമെൻറ് ആണെങ്കിലും എല്ലാവരും ഓഫ്ലൈൻ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ ഈ ഒരു ഓൺലൈൻ ഫെസിലിറ്റീസിൻ്റെ എല്ലാം ഒരു സാധ്യതകൾ നമ്മൾക്ക് മനസ്സിലായി. അതുവഴി നമ്മളിപ്പം AI ഒക്കെ കാലഘട്ടമാണല്ലോ. ഇപ്പം എല്ലായിടത്തും കോമൺ ഡിസ്കഷൻസ് വരുന്ന AI ആണ്. അപ്പം അതിൻ്റെ സാധ്യതകൾ കുട്ടികൾ അറിയാൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല പിന്നെ കുട്ടികളുടെ ഔട്ട്ലുക്കിലും, അപ്പം ടീച്ചേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ ജനറലി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പണ്ടത്തെ കുട്ടികളൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ. കുട്ടികൾ മൊത്തത്തിൽ മാറിപ്പോയെന്നല്ല, അതിനകത്ത് നത്തിങ് ടു ഡു വിത്ത് അവരുടെ പ്രശ്നമൊന്നും അല്ല. കാരണം അവർ കടന്നുപോയ കാലഘട്ടത്തിലൂടെയുള്ള ഇതാണ്. ഇപ്പം നമ്മളാണെങ്കിലും വീട്ടിൽ കോവിഡ് കാലഘട്ടത്തിൽ ഇരുന്നപ്പോഴത്തേക്ക് ഈ ഫോണും നോക്കി അത് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളും ചെയ്തത്. അപ്പം പക്ഷേ കുട്ടികൾ ആ ഒരു പീരീഡ് കഴിഞ്ഞ പിന്നെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ സ്പാൻ ആണ്. അത് ഭയങ്കര കുറവാണ്. അത് നമ്മളാരും ബ്ലെയിം ചെയ്യുന്നില്ല, കാരണം അത് അങ്ങനെയാണ്. ഇപ്പം നമ്മൾ തന്നെ നോക്കിയാൽ മതി. ഇപ്പം നമ്മളൊരു റീല് കാണുകയാണെങ്കിൽ 1 മിനിറ്റുള്ള ഒരു റീലും 50 സെക്കൻഡുള്ള റീലും 30 സെക്കൻഡുള്ള റീലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം 30 സെക്കൻഡേ കാണുള്ളൂ. നമ്മുടെ കുട്ടികൾ ഏകദേശം പോലെയാണ്. ഒരു 10 മിനിറ്റൊക്കെ മാക്സിമം ആണ് ഇവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഒന്ന് ഡൈവേർട്ടഡ് ആയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. കാരണം കുട്ടികൾ അങ്ങനെ കംപ്ലീറ്റ്ലി ക്ലാസ്സിൽ ഇമേഴ്സ്ഡ് ആയിട്ട് ലെക്ചേഴ്സിന് വേണ്ടി കാതോർത്തിരിക്കുക അവർ ശ്രദ്ധിക്കും, ഇല്ല എന്നല്ല. പക്ഷേ ഈ അറ്റൻഷൻ സ്പാൻ എവിടെയൊക്കെയോ കുറഞ്ഞു പോകുന്നുണ്ട്. റീൽസിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. റീൽസിൽ തന്നെ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ ഷോർട്ട് ഫിലിം ഒക്കെ ഇപ്പം ചെയ്യുമ്പം പോലും തന്നെ ഡ്യൂറേഷൻ കൂടി ഷോർട്ട് ഫിലിമിലൊക്കെ വ്യൂസ് കുറവായിരിക്കും. കാരണം ഏറ്റവും ചെറുത്, ഏറ്റവും ക്രിസ്പ്, ഏറ്റവും ടു ദ പോയിന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോട്ട്സ് കൊടുത്താൽ തന്നെ ഒരു 3-4 പേജൊന്നും പോയാൽ വേണ്ട, 1-2 പേജിൽ ഐറ്റം കിട്ടണം. അങ്ങനെയാണ് കുട്ടികളുടെ രീതി എന്ന് പറയുന്നത്. ഏറ്റവും ചെറുതായിട്ട് ഏറ്റവും കുറച്ച് സമയത്തിൽ പെട്ടെന്ന് എന്താണോ സംഭവിക്കുന്നത്, ദാറ്റ് ഈസ് ആക്ച്വലി ദ നോം ടുഡേ. അപ്പം അങ്ങനെ ഒരു ചേഞ്ച്, അത് നമ്മുടെ കാലത്തിനനുസൃതമായിട്ടുള്ള ചേഞ്ച് ആയിരിക്കാം. അത് നമ്മളെല്ലാം കണ്ടുവരുന്നത് ഒരു തലമുറയാണ്. പ്രത്യേകിച്ച് ഈ നമ്മളൊക്കെ പറയുന്നത് 90s കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം കണ്ട് വരുന്ന ഒരു തലമുറയായിട്ടാണ് ഞാൻ എൻ്റെ തലമുറയെ വിശേഷിപ്പിക്കുന്നത്. സോ ഈ ഒരു ചേഞ്ച് അത് പ്രശ്നമല്ല, അത് കാലം കൊണ്ടുവന്ന ഒരു അനിവാര്യതയാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുപുറം ഇതാണ്, കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ അറ്റൻഷൻ സ്പാൻ കുറയുന്നുണ്ട്. ഒന്നിലും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ താല്പര്യമോ, ഞാൻ ഇടയ്ക്കൊക്കെ ചുമ്മാ ഇവരെ വഴക്ക് പറയുന്നതല്ല, എന്നാലും നമ്മൾ ഇപ്പം ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഇവരിങ്ങനെ പെട്ടെന്ന് ഡൈവേർട്ടഡ് ആവും. അപ്പം അങ്ങനെ ഒരു കാര്യം ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. പക്ഷേ
വളരെ അധികം കപ്പാസിറ്റി ഉള്ള, നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളും ഉണ്ട്. അപ്പം അതെല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും, വിദ്യാർത്ഥികളുടെ ഒരു അപ്രോച്ചിൽ ഒരു ചേഞ്ച് കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ടീച്ചർമാർ അമ്മമാരെ പോലെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീട്ടിലെ ആൾക്കാരെ പോലെയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡും ഈ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് മാറി ഇപ്പം കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി ഒരു ടച്ചിലോട്ടൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ബിൽഡ് ചെയ്തെടുക്കുന്നൊന്നുമല്ല. കുട്ടികൾ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതിനനുസരിച്ച് ചുറ്റുപാടും ആ രീതികളും ഒക്കെ മാറുന്നുണ്ട്. അപ്പം വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ട് ഇങ്ങനെയായിരുന്നു, പഴമയുടെ മാധുര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ എഴുതി വെച്ച അസൈൻമെന്റോ അല്ലെങ്കിൽ നമ്മൾ തന്നെ എഴുതുന്ന രീതി മാറി. ഇപ്പം ചുമ്മാ ChatGPT-യിലോട്ട് നോക്കി അടിച്ചു വിടുക എന്നുള്ളതേ ഉള്ളൂ എല്ലാവരും ചെയ്യുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി എണ്ണം പോലും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സമയമാണ്. അപ്പം അത്രയേറെ വ്യത്യാസങ്ങൾ സംഭവിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ പോയി ലൈബ്രറി പോയി റെഫർ ചെയ്യുന്നൊക്കെ പറയുന്നു. ലൈബ്രറി ഇപ്പോഴും ഉണ്ട്, പക്ഷേ എത്രമാത്രം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത്. കാരണം ലൈബ്രറി പോയി 10 ബുക്ക് തപ്പുന്ന സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് കാര്യം അവരുടെ കയ്യിൽ കിട്ടും. അപ്പം നമ്മൾ ശരിയാണ്, നമ്മളുടെ ആ ഒരു ഓർമ്മയൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പുതിയ സാധ്യതകളെ അക്സെപ്റ്റ് ചെയ്യാനും കുട്ടികളുടെ രീതികളെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മളും സജ്ജമാവണം എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞപ്പോ എന്റെ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്ന് ഒരുപാട് കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഇപ്പോൾ റീൽസിന്റെ കാര്യം തന്നെ ആവട്ടെ, നമ്മളെല്ലാവരും ചിലപ്പോ റീൽസിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ തന്നെ അവർക്ക് സമർപ്പിക്കുന്ന കുറച്ച് ടൈമുണ്ട്. ലോകത്ത് എന്ത് നടന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ റീൽസ്, ആ 30 സെക്കൻഡ് റീൽസ് കണ്ടു കഴിഞ്ഞിട്ടേ ബാക്കി അവിടേക്ക് നമ്മൾ പോവുള്ളൂ ചിലപ്പോൾ, അല്ലെ? എന്തായാലും ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ന്യൂ ജനറേഷൻ, അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, ആക്ച്വലി നമ്മളൊക്കെ ഭയങ്കര ന്യൂ ജെൻസി അല്ലെങ്കിൽ ജെൻസി പിള്ളേർ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആക്ച്വലി ഔട്ട്ഡേറ്റഡ് ആയി. പക്ഷെ ചെറിയ പിള്ളേരുണ്ട്. ആക്ച്വലി ഈ ഒരു ഇൻഫർമേഷന്റെ കേസ് എടുത്താലും ഉണ്ട്. ഇപ്പൊ ഈ പെട്ടെന്ന് റീലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. കാരണം അവർ ആ കുറെ കൂടെ, എല്ലാവരും അല്ലോട്ടോ ഞാൻ പറയണത്, പക്ഷെ നല്ലൊരു വിഭാഗം കുട്ടികളും ആ ഒരു ലോകത്താണ്. ദേ ആർ നോട്ട് അറ്റ് ഓൾ അവെയർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. അത് ഞാൻ എപ്പോഴും പറയും, ഒരു പ്രശ്നം ഒന്നും നമ്മളുടെ വീട്ടുമുറ്റത്ത് എത്താതെ നമ്മൾ അലർട്ട് ആവുകയില്ല. ഇപ്പം യുദ്ധം നടക്കുന്നു, ഇത് നടന്നോട്ടെ, ഒന്നുമില്ല. അതാണ് ഇപ്പം പാചകവാതകം, നമ്മുടെ വീട്ടിൽ ഫുഡ് ഉള്ളിടത്തോളം പാചകവാതകവും നമുക്ക് വലിയ വിഷയമൊന്നും അല്ലാതിരിക്കും. പക്ഷെ വെൻ ഇറ്റ് ഹിറ്റ്സ് അസ് എന്നുള്ളൊരു സാധനമാണ്. അത് നമ്മളെ തൊടുമ്പോഴാണ് നമുക്കൊരു, അല്ലാതെ പൊതുവിലുള്ളൊരു കാര്യം കുട്ടികൾക്കൊന്നും, എല്ലാവരും അല്ലേ പറയുകയും എല്ലാവരെയും അല്ല, പക്ഷെ നല്ലൊരു വിഭാഗം ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. ചുറ്റും എന്ത് നടക്കുന്നു, എന്തൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത്, പൊളിറ്റിക്സ് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാജ്യാന്തര കാര്യങ്ങൾ എങ്ങനെ നമ്മളെ ബാധിക്കുന്നു, ഇതൊന്നും അങ്ങനെ ആർക്കും വലിയ കൺസേണും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാറുള്ളതാണ്, ഒരൊറ്റ ദിവസം നെറ്റ് ഒന്ന് സ്റ്റോപ്പ് അടിച്ചാൽ മതി. അപ്പൊ എല്ലാവരും സമൂഹത്തിൽ പ്രക്ഷോഭങ്ങൾ, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നെറ്റ് ഒന്ന് ഹാങ് ആക്കിയാൽ മതി. കാരണം അതിലാണല്ലോ നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. ഒരു ഇൻസ്റ്റാഗ്രാം ഒന്ന് സ്റ്റില്ലായാൽ തീരുന്ന ഒരു ഉണർവേ ഉള്ളൂ ഇവിടെ. കാരണം അതോടുകൂടി സംഘർഷത്തിന്റെ പേരുകൾ മുഴങ്ങും. യുവത്വത്തിന്റെ തുടി പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രക്ഷോഭ വീര്യം അറിയണമെന്നുണ്ടെങ്കിൽ നെറ്റ് ഒന്ന് സ്റ്റില്ലടിച്ചാൽ. ഇതിനോട് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു റീല്, അതും റീൽ എന്ന് പറയേണ്ട അവസ്ഥയാണ് കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി വരികയാണ്. അപ്പോൾ അമ്മയെ കെട്ടിയിട്ട് ഒരു കോർണറിൽ കെട്ടിയിട്ട് കള്ളൻ എല്ലാ സാധനങ്ങളും അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു മൊമെന്റ് ആണ്. അപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അമ്മയ്ക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ കള്ളന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. അപ്പോൾ പറയും, ഒരു ഉപകാരം ചെയ്യൂ, ആ ഒരു സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്താൽ മതി എന്ന് പറയും. സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു മൊമെന്റിൽ 4 പാടുന്ന ആൾക്കാർ വരും, ആരെ വൈഫൈ ഓഫ് ചെയ്തേ എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് അത്രയും നേരം എല്ലാവരും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകത്തായിരുന്നു. ആൻഡ് അങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അത് ഓഫ് ചെയ്താലേ എല്ലാവർക്കും ഒരു ബോധം വരുള്ളൂ. ശരിക്കും എല്ലാവരും ഒന്ന് ഉണർന്ന് എഴുന്നേൽക്കുള്ളൂ. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉണരാൻ വേണ്ടി ഒരു പാട്ടിലേക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ, പാട്ടിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഉയരയിൽ തിരിച്ചെത്തുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ളത് അഭിജിത്ത് സാറാണ് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അഭിജിത്ത് സാറാണ്. സാർ, നമ്മൾ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കുറച്ചധികം റിയൽ ലൈഫ് ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഇനി നമ്മൾ കുറച്ചധികം കുട്ടികളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, പലരും ഫേസ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഈ ഒരു ഇഷ്യൂ, എങ്കിലും പല സ്ഥലങ്ങളിലും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരുടെ കരിയർ ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡാൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് അവരുടെ കരിയർ തന്നെ അവർക്ക് ഫോക്കസ് ചെയ്യാൻ ഇഷ്ടം. പക്ഷേ ഫാമിലി അല്ലെങ്കിൽ മൊത്തം ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുന്നത്, ഭയങ്കര പ്രഷർ കൊടുക്കുന്നത് വേറെ ഏതെങ്കിലും അവർക്കിഷ്ടമുള്ള ഒരു ഫീൽഡിലേക്ക്
എങ്ങനെയെങ്കിലും തള്ളിയിടുക എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ നല്ലതിന് വേണ്ടി എന്നുള്ളൊരു ഒറ്റ കാര്യത്തിൽ ചിലപ്പോൾ അതിനെ വീഴ്ത്തിയെടുക്കും. പക്ഷേ ഇത് ആക്ച്വലി ഇന്നത്തെ കാലത്ത് എത്രത്തോളം പോസിബിൾ ആണ്? കുട്ടികളുടെ ആ ഒരു കരിയർ ശരിക്ക് നശിക്കുകയാണോ? അത് ആക്ച്വലി പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഒരു പാഷന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം. അത് പണ്ട് മുതൽ നമ്മളെപ്പോഴും അങ്ങനെ പറയാറുള്ളതാണ്. എങ്കിൽ പോലും ഈ പറയുന്ന പോലെ നമ്മുടെ സാധ്യതകളെ മനസ്സിലാക്കാനും ശ്രമിക്കണം. എല്ലാ ഫീൽഡിലും ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. അത് മ്യൂസിക് എടുത്താലും ഡാൻസ് എടുത്താലും എന്തെടുത്താലും. പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ എക്വിപ്പ് ചെയ്യേണ്ട ഒരു പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം കലയുടെ പിന്നാലെ പോയി ഇറ്റ്സ് വെരി മച്ച് ഫൈൻ. പക്ഷേ ഒരു പർട്ടിക്കുലർ ഏജ് ആയിട്ടും നമുക്ക് നമ്മളെ തന്നെ പോറ്റാൻ പറ്റുന്നില്ല എന്ന് പറയണത് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം അതായിരിക്കും പിന്നീട് പലരെയും ഈ പറയുന്ന പോലെ ഡിപ്രഷൻ പോലുള്ള സ്റ്റേറ്റിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. രണ്ടും കൊണ്ട് കേട്ടോ. ഇപ്പം കലയുടെ പിന്നാലെ പോയിട്ട് ഒന്നും ആകാത്തൊരവസ്ഥ വരുമ്പോഴും ഇപ്പം നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ജീവിതത്തിൽ തോറ്റുപോയെന്ന് വിചാരിച്ച് പിന്മാറുകയോ അല്ലെങ്കിൽ മടിച്ച് എല്ലാം അവസാനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും ഒരു പെർമനൻസ് പറയാൻ പറ്റാത്തൊരു മേഖലയാണ് ആർട്ട് എന്ന് പറയുന്നത്. പെർമനൻസ് ഇൻ ദ സെൻസ്, ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു നടൻ 5 പടം കിട്ടിയില്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ഡോർമൻസി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കോവിഡ് വന്നപ്പം കണ്ടതാണ്. ഈ ഗാനമേള ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ആൾക്കാർ, മിമിക്രി കലാകാരന്മാർ, സ്റ്റേജ് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആൾക്കാർ, അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പ്രോഗ്രാംസ് ചെയ്തിരുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. നമ്മൾ ഒരുപാട് ഫിലിം സ്റ്റാർസിനെ വരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ കടന്നു പോകുന്ന ബുദ്ധിമുട്ട് നമ്മൾ വിചാരിക്കും ഇത്രയും സിനിമകൾ അഭിനയിച്ച് ഇവർക്ക് ഇത്രയും പൈസ ഉള്ളവർ എന്തുകൊണ്ട് ബുദ്ധിമുട്ടെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ഒരു സിറ്റുവേഷൻ അപ്പുറത്തുണ്ട്. മാത്രമല്ല, നമ്മൾ ഒരു സക്സസ് നേടിയെടുക്കുക, ഒരു ഫെയിമിലോട്ട് നമ്മൾ വരിക, അല്ലെങ്കിൽ അതുപോലൊരു കൺസിസ്റ്റൻ്റ് ഏണിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. ചിലർക്ക് ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കഴിവിൻ്റെ ഏറ്റവും മികവ് കൊണ്ടോ ഭാഗ്യം കൊണ്ടോ പെട്ടെന്ന് ഇത് ചാനലൈസ് ചെയ്ത് വരുന്നുണ്ടാവാം. പക്ഷെ കുറേ ആൾക്കാർ സത്യം പറഞ്ഞാൽ എത്രയോ കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഈ പറയണ പോലെ പിന്നിൽ നിൽക്കുന്നുമുണ്ട്. അപ്പം നമുക്കൊട്ടും വ്യക്തതയില്ലാത്തൊരു മേഖല കൂടിയാണ് കല എന്ന് പറയുന്നത്. അത് അക്കാഡമിക്സ് എടുത്താലും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ ഭയങ്കര ഡിഗ്രികൾ സമ്പാദിച്ചിട്ട് നമുക്ക് ജോലി കിട്ടാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ ലൈഫ് ഈസ് ഓൾ അബൌട്ട് ദാറ്റ്. അപ്പം പ്രത്യേകിച്ച് കുട്ടികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാർ, അത് ബഡ്ഡിങ് ടാലൻസ് ആണ്. അപ്പം അവരുടെ കഴിവുകളെ നമ്മൾ ഒരിക്കലും തച്ചുടയ്ക്കാൻ പാടില്ല. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ്, ഈ കല എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അതെല്ലാവർക്കും കിട്ടില്ല. അപ്പം അതിന് ടേസ്റ്റുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും പിന്നോട്ട് വലിക്കരുത്. നമ്മുടെ അക്കാഡമിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ എന്ന നിലയിൽ, അധ്യാപകർ എന്ന നിലയിൽ അവരുടെ ഒരു ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്കൊരു ഏണിംഗ് ഉണ്ടാവണം. എല്ലാ കുട്ടികളോടും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വാട്ട് എവർ യു ഡു, നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകണം, പാഷൻ്റെ പിന്നാലെ നിങ്ങൾ പോകണം. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും നോക്കാൻ നിങ്ങൾ സജ്ജമായിരിക്കും. ഇപ്പം പറയുന്നത് മറ്റൊരാളെ നോക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങളെങ്കിലും നോക്കാൻ നിങ്ങൾ സജ്ജമായിരിക്കണം. കാരണം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ജീവിതത്തിൽ ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അതിനുവേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. അത് ജോലിപരമായിട്ട് നമ്മൾ നീങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നീങ്ങണം. കാരണം നമ്മളോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുപോവുകയും വേണം. കഴിവുകൾ പ്രോത്സാഹിപ്പിക്കണം. പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പോലെ അത് ചെയ്തിട്ട് എന്തെടുക്കാനാണ്, ഇത് പോയിട്ട് എന്തെടുക്കാനാണ്, ഇതെല്ലാം പ്രൈസൊന്നും കിട്ടിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ എന്നത് കുറേ ടോക്സ് ഉണ്ടല്ലോ. ഒരു അറ്റത്ത് ഇതിനെ വളരെ ബോൾഡായിട്ട് നേരിടുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷേ മറുവശത്ത് ഒരു കളിയാക്കലോ അല്ലെങ്കിൽ ഒരു ഡിസ്കറേജ്മെൻറ്റ് കൊണ്ടിട്ട് ഒരുപാട് പിന്നോട്ട് പോകുന്ന കുട്ടികളുണ്ടാവും. ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടാവും. അത് എല്ലാ രംഗത്തും ഉണ്ട്. ഒരു പാട്ട് പാടിയപ്പോഴത്തേക്ക് കിട്ടിയൊരു കളിയാക്കലോ അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്തപ്പോഴത്തേക്ക് കൊള്ളില്ലെന്ന് പറഞ്ഞതോ എന്തും ആവാം. ഇപ്പോൾ സ്റ്റേജ് ഫ്രൈറ്റുള്ള എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അവർ മിടുക്കരാവാം ഒരു പക്ഷേ നമ്മളത് മാറ്റിയെടുക്കാനൊക്കെ ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം കുഞ്ഞുനാൾ മുതലേ മാതാപിതാക്കൾ കുട്ടികൾക്കുള്ള വാസനകളെ പിന്നോട്ട് വലിക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. പിന്നീട് മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലഘട്ടമല്ലേ, കുട്ടികൾക്ക് അറിയാൻ വേണ്ടെന്നുള്ള കാര്യം. അപ്പം അതിനെ ഫോക്കസ് ചെയ്യാനായിട്ട് അവർ തീരുമാനമെടുക്കുമ്പം അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആകെപ്പാടെ ഇതിനകത്തുള്ള ഞാനത് ഇപ്പോൾ പിള്ളേരോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ചില കുടുംബങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. അവർ ഭയങ്കര മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ചിലപ്പം എത്ര പാഷനേറ്റ് ആണ് നമ്മളെങ്കിലും ചിലപ്പോൾ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ കുടുംബം പുലരണം, നമ്മളുടെ കാര്യം മുൻപോട്ട് പോകണം. കാരണം എപ്പോഴും പറയല്ലോ, നമുക്ക് അറ്റ് ദ എൻഡ് പൈസ വേണം, ഇല്ല അത് പറ്റില്ല, എന്താണേലും പറ്റില്ല. അപ്പം അതിന് വേണ്ട കാര്യങ്ങളിലൂടെ നോക്കാനായിട്ട് ഞാൻ പെർമനൻ്റ് ആയത് ഏകദേശം ഒരു 8 വർഷം എടുത്തിട്ടാണ് പെർമനൻ്റ് ആയത്. അതുവരെ ഗസ്റ്റ് ലെക്ചറൊക്കെ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത് എടുത്തതും ഒക്കെ. കുറേ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് പഠിച്ചതാണ്, നല്ല മാർക്ക് മേടിച്ച് വന്നതൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു 8-8.5 വർഷം ഈ പറയുന്ന പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ജോലി കിട്ടി വെൽ സെറ്റിൽഡായിട്ടൊക്കെ പോയപ്പോഴും നമ്മൾ ഗസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു സമയമാണ് ഇത്. എൻ്റെ ഈ അവസ്ഥയോടെ കടന്നുപോയി ഒരുപാട് പേരുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് അവിടെ എത്തണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്. പക്ഷെ മറുവശത്ത്
എൻ്റെ ഫാമിലി സ്റ്റേറ്റസ് ഒക്കെ അത്യാവശ്യം സേഫ് ആയിരുന്നു. ലൈക്ക് അച്ഛന് ജോലി ഉണ്ടായിരുന്നു, അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുടുംബം പോറ്റിയെടുക്കേണ്ട ഒരു അത്യാവശ്യമൊന്നും അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യത്തിൻ്റെ പുറകെ പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സമയമുണ്ടായിരുന്നു. അപ്പം അതെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ചിലർ ഈ പറയുന്ന പോലെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് പോയാൽ ഇപ്പൊ എത്തിപ്പിടിക്കാൻ പറ്റുന്നതിലുള്ള കഴിവുണ്ടാവും, പക്ഷെ അപ്പുറത്ത് കുടുംബം താഴെ വീണ് കിടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അച്ഛനെയും അമ്മയും ഒക്കെ പോറ്റേണ്ട സ്ഥിതിയിലുള്ളവരുണ്ടാവാം. അവരപ്പം ഈ പറയുന്ന പോലെ അതിനോട് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. പക്ഷെ ആരുടെയും കഴിവുകൾ പുറമോട്ട് വലിക്കാതിരിക്കുക, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനു വേണ്ടി തന്നെയാണ് നമ്മളിതാ ഇതുപോലെ കല്ലക്കൻ അവയർനെസ് ടോക്കുകളൊക്കെ നടത്തുന്നത് അല്ലേ. അഭിജിത്ത് സാർ കൂടെ തന്നെയുണ്ട് ഇതുവരെയിലൂടെ നമ്മൾ ഉയർന്നെഴുന്നേൽക്കും. നമുക്കിതാ ഒരു പാട്ട് അങ്ങോട്ട് കേൾക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ സാർ. അപ്പൊ എന്തായാലും കല്ലക്കൻ പാട്ടുകൾ വരുന്നുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്തു തിരിച്ചു വരൂ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ള തന്നെയാണ് ഇന്ന് ഉയരയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ അഭിജിത്ത് സാറാണ്. സാർ, നമ്മൾ കുറച്ച് മുൻപ് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചായിരുന്നു. പാട്ട് ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ച വഴിക്ക് സ്പോട്ടിൽ വന്നു, പിന്നെ പാട്ട് ഇഷ്ടമാണോ എന്ന്. ആ ഒരു പുഞ്ചിരിയിലുണ്ട്. ചെറിയൊരു പാട്ടൊക്കെ ഞാനും പാടും കേട്ടോ. പാട്ട് ഇഷ്ടമാണ്, പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പണ്ട് മുതലേ പാട്ട് നന്നായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. ഇത് ഒരു പാട്ട് വരുമ്പോഴത്തേക്ക് മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ് ഉൾപ്പെടെ നോക്കാനും, പിന്നെ അത് വളരെ ഒരു ശ്രമകരമായ പരിപാടിയാണേലും രാഗം പോലും ശ്രദ്ധിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊന്നും പറയില്ല, പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരുപാട് വലിയ പാണ്ഡിത്യമൊന്നുമില്ല. പാട്ടാണല്ലോ, പാടുന്നാണല്ലോ എല്ലാരെയും പോലെ പാടും. പിന്നെ കോളേജിൽ മ്യൂസിക് ക്ലബിന്റെ ഒക്കെ ചാർജ് എനിക്കാണ്. അതിന് ആക്ച്വലി പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ വർഷം നമ്മുടെ കോളേജ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ വർഷം യൂണിവേഴ്സിറ്റിയിൽ മ്യൂസിക് ഇവന്റ്സിന് നമ്മൾ 6ാമതാണ്. ഒരു 10-200 മേടി കോളേജ് ഉണ്ടായിട്ടും നമ്മൾ മ്യൂസിക് ഇവന്റ്സിന് 6ാം സ്ഥാനമാണ്. പല കേൾക്കുമ്പോൾ തോന്നുന്നത് വലിയ കാര്യമില്ലെന്ന് തോന്നുമായിരിക്കും, പക്ഷേ നമ്മുടെ കോളേജിന് അങ്ങനെ കുറേ വർഷങ്ങൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യം നമ്മൾ ആദ്യം മുതലേ കുട്ടികളെ ഒന്ന് കണ്ടെത്തി, വെസ്റ്റേൺ ആര് പാടും, ഈസ്റ്റേൺ ആര് പാടും, നാടൻ പാട്ട് ആര് പാടും എന്നൊക്കെ പറഞ്ഞ പിള്ളേരെ ഒന്ന് ചാനലൈസ് ചെയ്തൊന്ന് വെച്ച് അവർക്ക് അത്യാവശ്യം ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾക്ക് അത്രയും ചെയ്യാൻ പറ്റും. അപ്പം ഇനി മുന്നോട്ട് കുറെ ചെയ്യാൻ പറ്റുന്ന ആഗ്രഹമുണ്ട്. അപ്പം അത് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും പോകുന്ന സംസാരത്തിൽ പോകുന്ന വഴിയിൽ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. തീർച്ചയായും. ഓക്കെ, അത് കേട്ടാൽ മതി. ശരിക്കും ഇനി നമ്മുടെ കുട്ടികളെ തന്നെ ഫോക്കസ് ചെയ്യാനാണ് കേട്ടോ. ഇപ്പോൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ഭയങ്കര കൺഫ്യൂസ്ഡ്. എനിക്ക് തോന്നുന്നു ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല എന്ന്. കാരണം നാട്ടുകാരുടെ, വീട്ടുകാരുടെ, ഫ്രണ്ട്സിന്റെ ഒക്കെ കൺഫ്യൂഷൻസ് ഈ കുട്ടിയുടെ തലയിലേക്കായിരിക്കും എത്തുന്നത്. നീ എന്ത് ചെയ്യാൻ പോകുന്നേ, 10 കഴിഞ്ഞാൽ ഏതെടുക്കാൻ പോകുന്നേ, ഈ ചോദ്യം കേൾക്കാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. +2 എനിക്ക് തോന്നുന്നു ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഓൾമോസ്റ്റ് ആ സമയമാകുമ്പോഴത്തേനും അവർക്ക് ഒരു ഉറപ്പായിട്ടുണ്ടാവും ഏത് ഫീൽഡ് അവർ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇല്ലാന്നല്ല പറഞ്ഞത്, എങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ചധികം കൂടുതൽ സ്ട്രെസ്സും പ്രഷറും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് 10 കഴിഞ്ഞിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ 10 കഴിയുമ്പോൾ നമ്മുടെ മുൻപിലുള്ള മെയിൻ കുറച്ച് സ്ട്രീംസ് ആണ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇതല്ലാതെ കുട്ടികൾ ഇങ്ങനെ കുറേ പേര്, നമ്മളിപ്പോൾ ഇന്നത്തെ ടോപ്പിക് ആണെങ്കിൽ കലയാണല്ലോ നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കുറേയധികം കുട്ടികളുണ്ടാവും. അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏതാ എടുക്കണ്ടേ, എനിക്കിതാണല്ലോ ഇഷ്ടം എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്വയം ചോദിക്കുന്നുണ്ടാവും. കുറേ പേര് അതിൻ്റെ പേരിൽ കുറേ പേര് ഉറക്കം കളയുന്നുണ്ടാവും, സ്വയം കുറച്ചധികം ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ അടുത്ത് നമുക്ക് എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റും സാർ? പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ 10 കഴിയുമ്പോഴത്തേക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇതിലേത് വേണം അങ്ങനെയൊക്കെയാണ് ബേസിക്കലി. അപ്പം സയൻസിന് എപ്പോഴും ഒരു പ്രിഫറൻസ് ഉണ്ടായിരുന്നു. സയൻസ് എടുക്കുന്നവർ ഒരു പടി മുമ്പിൽ നിന്നൊക്കെയുള്ള ഒരു ചിന്ത വരെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കൊമേഴ്സിന് നല്ല മാർക്കറ്റായി. അപ്പോഴും ഹ്യൂമാനിറ്റീസ് പറഞ്ഞ പോലെ നമ്മൾ പണ്ടൊക്കെ 3rd ഗ്രൂപ്പ് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷേ അതിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. കാരണം പ്രത്യേകിച്ച് സിവിൽ സർവീസിനൊക്കെ പോകാൻ ആഗ്രഹമുള്ള കുട്ടികളാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് നമ്മളൊക്കെ പഠിച്ച സമയത്താണ് ഈ സയൻസ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമായിട്ടൊക്കെ കരുതിയിരുന്നത്. അല്ലെന്നല്ല, പക്ഷേ എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് നോക്കുവാണെങ്കിൽ എല്ലാവരും ഈ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും പറഞ്ഞൊരു കാര്യം, സയൻസ് എടുത്താൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാലോ. അതാണ്. കൊമേഴ്സ് എടുത്താൽ ശരിയാണ്, കൊമേഴ്സ് എടുത്താൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലോട്ട് പോകാൻ പറ്റില്ല, ഹ്യൂമാനിറ്റീസ് എടുത്താലും പറ്റില്ല. ദാറ്റ്സ് എ ഫാക്ട്, അല്ലെന്ന് പറയണില്ല. പക്ഷെ എങ്കിൽ പോലും ഈ പറയണ പോലെ അത് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പഠിക്കാനായിട്ട് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അത്രയും കപ്പാസിറ്റി ഇല്ലാത്ത കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് സയൻസ് എടുപ്പിച്ച് അത് ശരിയല്ല. അപ്പം കുട്ടികൾക്ക് ഒരു പക്ഷേ ചിലപ്പം ഓറിയന്റേഷൻ അത്രയും ഉണ്ടാവില്ല. 10 കഴിയുന്ന കുട്ടികൾക്ക് ഈ പറയണ പോലെ എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും എന്ന് എല്ലാവരും ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അവരോട് ചോദിക്കുക, അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് ചോദിക്കുക. അവർക്ക് ഇപ്പം ഈ പറയുന്നത് മാത്സ് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, ഫിസിക്സ് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, കമ്പൽ ചെയ്യാതിരിക്കുക. കാരണം പിന്നീട് അവർ ബുദ്ധിമുട്ടുന്നത്. ഞാൻ
എപ്പോഴും പറയുന്നത് എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഇഷ്ടമല്ലാതൊരു കാര്യം ചെയ്യുന്നതും ഇഷ്ടപ്പെട്ട് 1 മിനിറ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് ഇഷ്ടത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്താലും അതിൽ നമ്മൾ അതിൻ്റെ പകുതി ചെയ്തപ്പോൾ നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇഷ്ടമല്ലാത്ത നമ്മൾ 100% കൊടുത്ത് ചെയ്താലും ചിലപ്പോൾ നമുക്ക് അത്ര തൃപ്തി വരില്ല. അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഇഷ്ടത്തോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അപ്പം പിന്നീട് ഈ പറഞ്ഞത് പ്രത്യേകിച്ച് ഈ കലയുമായിട്ട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് +2 കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ പടം വരയ്ക്കാൻ ഒരുപാട് താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ നമുക്ക് ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ് ഉണ്ട്, എടുക്കാൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും. ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, എടുക്കാം. അല്ല മ്യൂസിക് ഉണ്ട്, ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനെ ഇപ്പം കലാമണ്ഡലമാണെങ്കിലും അല്ല ഇപ്പം നമ്മുടെ RLV കോളേജൊക്കെ ഉണ്ട് എറണാകുളത്ത്. അങ്ങനെ കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. അത് ചെയ്യാനായിട്ട് പോകുന്നവർക്ക് അത് ചെയ്യാൻ പോകാം. അതൊക്കെ +2 ചെയ്യുമ്പോൾ നമുക്ക് പറ്റും. ഈവൻ ഞാൻ പറയല്ലേ, ഞാൻ പഠിച്ച സമയത്ത് തന്നെ ഞാൻ +2 കഴിഞ്ഞിട്ട് BA ഇംഗ്ലീഷാണ് എടുത്തത്. അപ്പം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളായിരുന്നു. സയൻസിന് നല്ല മാർക്ക് മേടിച്ച ആൾ തന്നെയാണ്. പക്ഷേ അന്നേരം ഒരു ഇംഗ്ലീഷ്, നിനക്ക് മെഡിസിന് പോകാം, നിനക്ക് എഞ്ചിനീയറിംഗിന് പോകാം. വീട്ടിൽ നല്ല കേട്ടോ, വീട്ടുകാരെപ്പോഴും സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷേ മെഡിസിന് പോകാം, എഞ്ചിനീയറിംഗിന് പോകാം, എന്തൊക്കെ സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ മിനിമം ഫിസിക്സോ മാത്സോ എങ്കിലും എടുത്തൂടെ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എടുത്തിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോഴും എൻ്റെ ആഗ്രഹം ഇത് തന്നെ ആയിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പുറകെ പോയതാണ് തീർച്ചയായിട്ടും. അപ്പം അതെല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വരില്ല. കാരണം പല പേരൻസും ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും. കാരണം കരിയർ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പ്രഷർ ചെയ്യും. അത് കുട്ടികളെ ഭയങ്കര സമ്മർദ്ദത്തിലോട്ട് കൊണ്ടുപോകാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ താല്പര്യമില്ലാതെ ഒരാളൊരു കാര്യം ചെയ്യുമ്പം അത് നമ്മളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഇപ്പോഴ് പല കുട്ടികളിലും, കുട്ടികൾ മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം എടുത്താൽ നമുക്ക് മനസ്സിലാവും ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ ഒരുപാട്, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡിൻ്റെ ഒരു ഇതിലാണ് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പം ഒരുപാട് കുട്ടികൾ ഈ പറയണ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് അങ്ങനെ വെച്ചാൽ പുതിയ തലമുറ അങ്ങനെ പറയുന്നത് വെച്ചാൽ ഒരു ഫാക്ട് കൂടിയാണ് കേട്ടോ. കാരണം പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ജീവിത പരിചയങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും. കുറച്ചുകൂടെ വീടുകളിൽ ഒതുങ്ങി, മുറികളിൽ ഒതുങ്ങി, ഫോണുകളിൽ ഒതുങ്ങി ജീവിക്കുന്നത് കൊണ്ടാവാം പെട്ടെന്നൊരു അഡ്വേഴ്സ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനൊരു ഭയമാണ് കുട്ടികൾക്ക്. പെട്ടെന്നാണ് അവർ ഡിപ്രഷനിലോട്ടും ആങ്സൈറ്റിയിലോട്ടും ഒക്കെ പോകുന്നത്. ഒരുപാട് പേര് പറയാറുണ്ട്, സാറേ ലോസ്റ്റ് ആണ്, ഇങ്ങനത്തേക്കാണ് വാക്കുകൾ. ലോസ്റ്റ് ആണ്, ഡിപ്രസ്ഡ് ആണ്, ഔട്ടാണ്, ഇങ്ങനെയാണ് കുട്ടികൾ പറയണത്. ബേസിക്കലി ചോദിച്ചു വരുമ്പോഴത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നമ്മൾ നോക്കുമ്പം. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മൾ എന്താണ് ഇത്ര വലിയ പ്രശ്നം എന്ന് നമ്മൾ ചോദിക്കുമ്പം അത് അവൻ്റെ ബുദ്ധിമുട്ട് അവൻ്റെ മാത്രമാണ്. അത് നമ്മൾ ഈ പറയണ പോലെ അതിനൊന്നും വിഷയമില്ലടാ, ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഒരാൾ ഇങ്ങനെ ഒരു ആശ്വസിപ്പിച്ചപ്പോഴത്തേക്ക് കൊച്ചു പറഞ്ഞു, സാറേ നിങ്ങൾക്കത് വളരെ ഓക്കെ ആയിരിക്കും, പക്ഷെ എനിക്കത് അത്ര ഓക്കെ അല്ല. കാരണം നമുക്കിങ്ങനെ ഡയലോഗ് പറയാൻ എളുപ്പമാണ്. ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ പിള്ളേരോട് ഈ നല്ല വാക്ക് പറഞ്ഞ് ഉപദേശിക്കുമ്പോഴും ഞാൻ പറയും, ഞാനിതൊക്കെ പറയുന്നെന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് നിന്റെ മാത്രം കാര്യമാണ്, നിനക്കേ അറിയുള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് ഡയലോഗ് അടിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് പറയാറുള്ളത്. കാരണം നമ്മൾ കുഴപ്പമില്ല പോട്ടെ എന്ന് നമ്മൾക്ക് പറയാം, പക്ഷെ അപ്പുറത്ത് അങ്ങനെ ആവണം എന്നില്ല. അപ്പം ആ ഒരു മെന്റൽ കപ്പാസിറ്റി കുറേ കുട്ടികളിൽ കുറയുന്നുണ്ട്, ഒരുപാട് പേര് കുറയുന്നുണ്ട്. അത് പറഞ്ഞല്ലോ, കുറച്ചുകൂടെ ഒരു പൊതു കാര്യങ്ങളിലുള്ള അറിവില്ലായ്മയെന്നല്ല ഞാൻ പറയണത്, ഒത്തിരി കാര്യങ്ങളോട്ട് അവർ എക്സ്പോസ്ഡ് അല്ല. പുറത്തുള്ള ചാലഞ്ചസ്, അവർ എൻകൗണ്ടർ ചെയ്യുന്ന ചാലഞ്ചസ് വളരെ കുറവാണ്. നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയാറില്ല, ഞാൻ ഇത്ര കിലോമീറ്റർ നടന്നു പോയിരുന്നു, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തിരുന്നു, എന്നിട്ട് ഇത്രയും ജീവിത പരിചയം ഉണ്ടായത്. നമുക്ക് ശരിയാണ്, ഇന്നത്തെ കാലത്ത് പിള്ളേരോട് നടന്ന് സ്കൂളിൽ പോകണമെന്ന് പറയാൻ ഒരു കാര്യമില്ല, അതിനൊന്നും അർത്ഥവുമില്ല. പക്ഷേ ഇപ്പോൾ ഇതുപോലെയുള്ള ഡാർക്ക് റിയാലിറ്റീസിനെ കുട്ടികൾ ഫേസ് ചെയ്യുന്നത് ഇപ്പം കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും അതിന് എൻകൗണ്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുറച്ച് പൊതുവേ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ അവർക്ക് ഒരുപാട് അറിവുണ്ട്. പഴയ ആൾക്കാർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് അറിവുണ്ട്. പക്ഷേ ഇതിനെല്ലാം പറഞ്ഞല്ലോ, ഇതിനെല്ലാം സെൻട്രൽ പോയിന്റിൽ കൊണ്ടുവന്ന് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് പറഞ്ഞല്ലോ, ഇപ്പം ടീച്ചേഴ്സ് എന്ന് ഉപയോഗിക്കുന്ന വാക്ക് ഫെസിലിറ്റേറ്റർ എന്നുള്ളതാണ്. കാരണം ഞാൻ ക്ലാസ്സിൽ പോയി ഇപ്പോൾ എടുക്കുന്ന ഒരു പോയത്തിൻ്റെ ഒരു സമ്മറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ചിലോ ഒരു ChatGPTയിലോ കിട്ടുന്ന കാര്യമായിരിക്കും. ഞാൻ നോട്ട്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് എല്ലാവരും കിട്ടും. പക്ഷേ നമ്മൾ ഇങ്ങനെ കൂടെ നിന്ന് അവർക്ക് കൊടുക്കുന്ന ആ ഒരു സംഭവം, അത് എത്ര റോബോട്ട് വന്നാലും എത്ര ഡെവലപ്പ് ചെയ്താലും ദാറ്റ് ഹ്യൂമൻ ടച്ച് അത് കൊടുക്കാൻ പറ്റില്ല. അത് അധ്യാപനം ഇനി ഇല്ലാതായി പോകുമോ? കാരണം ലൈക്ക് ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് ഇന്റർനെറ്റിൽ നിന്ന് തന്നെ പഠിക്കാമല്ലോ എന്നൊരു ചോദ്യം എപ്പോഴും ഉള്ളതാണ്. എപ്പോഴും നമ്മുടെ കരിയറിനെ കുറിച്ച് വളരെ പേടിച്ച് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന, നാളെ മാറിയാലും ഞാൻ ഒരിക്കലും മാറ്റി പറയാത്തൊരു കാര്യം ഇതേ ഉള്ളൂ. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒരു അധ്യാപകനുള്ള റോള് അത് ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞല്ലോ, അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ 100 സോഫ്റ്റ്വെയർ ഒന്ന് റീപ്ലേസ് ചെയ്യുമായിരിക്കും. പക്ഷേ അവരെ എങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരെ ഒരു അധ്യാപകന് അവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ ടച്ച്, അത് നത്തിങ് ക്യാൻ റീപ്ലേസ് ദാറ്റ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാർ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ കണക്ഷൻ ഫീൽ ചെയ്യുന്നു കേട്ടോ. അത് തന്നെയാണല്ലോ നമ്മുടെ ChatGPT മേലുള്ള വിജയം നമ്മുടെ. ഓക്കെ, എന്തായാലും നമ്മൾ ഇനിയും കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഒരുപാട് ഉയരയിലൂടെ തന്നെ
കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് നമ്മൾ നേരത്തെ ചോദിച്ച പോലെ സാറിൻ്റെ ഒരു പാട്ട് നമുക്കിപ്പോൾ വേണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ എല്ലാവരെ പോലെ സന്തോഷത്തിന് വേണ്ടി പാടുന്നത് മാത്രമേ. മതി, അതൊന്നും ഒരു പ്രശ്നമല്ല. പാട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ചൊരു ഓൾഡ് സ്കൂളാണ്. ഇൻ ദ സെൻസ് ഇംഗ്ലീഷ് അധ്യാപകനൊക്കെ ആണെങ്കിലും ഞാൻ ഒത്തിരി വെസ്റ്റേൺ റാപ്പ് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഞാൻ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മലയാളം സോങ്സ്, പഴയ പാട്ടുകൾ, മെലഡീസ്, ഒരു പിന്നെ 80s 90s 2000s അങ്ങനെയൊക്കെയുള്ള. അപ്പം തന്നെ അങ്ങനെയാണ് കൂടുതലും കേൾക്കാറുള്ളത്. ഭയങ്കര ഒരു ചെറിയൊരു സാഡ് ടോണുള്ള സോങ് ആണ്. മറയുമോരോ പകലിലും നീ കാത്തു നിൽക്കുന്നു, മഴനിലാവിൻ മനസ്സു പോലെ പൂത്തു നിൽക്കുന്നു, ഇതളായി പൊഴിഞ്ഞു വീണുവോ മനസ്സിൽ വിരിഞ്ഞോരോർമകൾ, അകലേ അകലേ ആരോ പാടും ഒരു നോവു പാട്ടിൻ്റെ നേർത്തരാഗങ്ങളോർത്ത് പോകുന്നുവോ, അകലേ അകലേ ആരോ പാടും. ഓ, അടിപൊളി അടിപൊളി. അപ്പോ നമ്മുടെ ഇതിൽ പറയുന്ന പോലെ പഠിപ്പിക്കൽ മാത്രമല്ല, അപ്പൊ പാട്ടും ഇഷ്ടമാണ്. പിന്നെ ഡാൻസും കുറെ വർഷം പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അതും ഇഷ്ടമാണ്. പിന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. കൊച്ചിലെയാണ് കുറച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അതും ഇഷ്ടമാണ്. ചുമ്മാ നമ്മൾ ഈ പറഞ്ഞത് നമുക്ക് സ്റ്റേജൊക്കെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ പോയി ചെയ്യാറുണ്ട്. പിന്നെ തിയേറ്റർ, ഡ്രാമ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. ഫിലിമും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനോട്ടും കൂടെ പോയിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡാണ് അന്നെ ഇരിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ആങ്കറിങ്. ആങ്കറിങ് എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ എനിക്ക് ഒത്തിരി പറഞ്ഞല്ലോ ഒരുപാട് ഇങ്ങനെ പിന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കി പറയുന്ന പരിപാടിയോടും താല്പര്യമില്ല. സ്പോണ്ടേനിയസ് പറയുന്ന പോലെ അപ്പൊ എന്താണോ വരുന്നത് അതങ്ങോട്ട് കാച്ചുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്കൊരു പാട്ട് അങ്ങോട്ട് കാച്ചാലോ. സാറിന്റെ അടിപൊളി പാട്ടിന് ശേഷം നമ്മുടെ റേഡിയോയിൽ അടിപൊളി പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചിങ്ങോട്ട് വരും കേട്ടോ. കൂടെയുള്ള തന്നെയും അഭിജിത്ത് സാറുമാണ് ഉയരയിലൂടെ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. അങ്ങനെ ഉയരയിൽ ഒരുപാട് അടിപൊളി ചിന്തകളും ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണല്ലേ. എനിക്ക് എന്തായാലും ഉറപ്പാണ് പാട്ടൊക്കെ കേട്ട് സാറിൻ്റെ ആരാധകരായിട്ടുള്ള ഒരുപാട് പേർ ഇപ്പോൾ നമ്മുടെ റേഡിയോ കേൾക്കുന്നുണ്ടായിരിക്കും. അഭിജിത്ത് സാറാണ് നമ്മുടെ കൂടെയുള്ളത്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഫ്രം ദി കോളേജ് സെന്റ് പോൾസ് കളമശ്ശേരി. സോ സാറേ, പാട്ടൊക്കെ പാടി സ്റ്റാർസ് ഇവിടെ ഫാൻസിനൊക്കെ സെറ്റാക്കിയ സ്ഥിതിക്ക് നമുക്കിനി വന്ന കാര്യത്തിലേക്ക് കുറച്ചുകൂടി കിടക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പഠനം കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുകയാണ്, കലകളെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ തിയേറ്റർ, പെർഫോമിംഗ്, നമ്മുടെ ആർട്സ്, അങ്ങനെ അതുപോലെ തന്നെ വർക്ക്ഷോപ്സ്, ഇതൊക്കെ ശരിക്കും ഇന്നത്തെ നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഒരുപാട് തരത്തിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കലകളെ ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുവരാൻ, ഏറ്റവും നല്ല രീതിയിലേക്ക് മോൾഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ള പല പ്ലാറ്റ്ഫോംസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു മാറ്റം, അതായത് പണ്ട് നമുക്ക് ഇത്രയും ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലായിരുന്നു അല്ലേ? ശരിക്കും ഇതിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ കടന്നു വന്നപ്പോൾ നമുക്കുണ്ടായിട്ടുള്ളൊരു മാറ്റം എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? അല്ല, ഒത്തിരി ഡെവലപ്ഡ് ആണ് ഇപ്പം പണ്ടത്തെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇത് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു കാരണം വെച്ചാൽ ഇപ്പം കലോത്സവത്തിൻ്റെ ആ ഒരു ചൂടും കൂടെ കഴിഞ്ഞതേ ഉള്ളൂ. കാരണം MG യൂണിവേഴ്സിറ്റി കലോത്സവം തൊട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പം പിള്ളേരെല്ലാം അതിൻ്റെ ഒരു ആവേശത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും ആ ആവേശത്തിന് വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇപ്പോഴും കലോത്സവം എന്ന് പറയുമ്പോഴത്തേക്കും, ആർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അത് ഉണ്ട്. ഞാൻ പറയാം, നമ്മുടെ കോളേജിലാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഓരോ ഇനിഷ്യേറ്റീവ് എടുത്ത് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് കുറേ കുട്ടികളുണ്ട്. പക്ഷേ അവർക്കൊരു വേദി കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് തന്നെയാണ് സത്യം. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഈ പറയുന്ന പോലെ പലർക്കും ഒരു ഇൻഹിബിഷൻ ഉണ്ട്, ഒരു വലിച്ചിലുണ്ട്. ഇതെനിക്ക് വേണോ, ഫോൺ നോക്കിയിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ എല്ലാവരെയും ബ്ലെയിം ചെയ്യല, പക്ഷെ അങ്ങനെയുള്ള ഒരുപാട്
ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മളൊന്ന് കുത്തിവിടാനായിട്ട് ഒരാളുള്ളത് നല്ലതാണ്. അതിനകത്ത് നേരത്തെ പറഞ്ഞ വാക്ക് ഫെസിലിറ്റേറ്റർ, അതൊക്കെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് നിർബന്ധിച്ച് പുഷ് ചെയ്ത് മുമ്പോട്ട് ചിലരൊക്കെ കൊണ്ടുവരാറുണ്ട്. അവർക്ക് പറ്റാഴിയൊന്നുമില്ല. പക്ഷേ ചിലർക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ആയിരിക്കും, ചിലർക്ക് മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ള പ്രശ്നമായിരിക്കും. അത് വളരെ കൂടുതലാണ് ഒരുപാട് പേർക്ക്. നമ്മൾ പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഡു യുവർ തിങ്. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. നമ്മൾക്ക് ബി ഹാപ്പി ഇൻ വാട്ട് വി ഡു ആൻഡ് വാട്ട് യു ആർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാനൊരു എൻ്റെ ക്ലാസ്സിലൊരു പയ്യനുണ്ട്, ഞാൻ ക്ലാസ് ടീച്ചറുടെ ക്ലാസ്സിലൊരു പയ്യനുണ്ട്. അവൻ പാടുന്ന പയ്യനൊക്കെ തന്നെയാണ്. പക്ഷേ ആദ്യം ഒരു ഫ്രഷേഴ്സ് ഡേ വെക്കുമല്ലോ നമ്മൾ. ഫ്രഷേഴ്സ് ഡേക്ക് സാറേ ഞാനങ്ങ് സ്റ്റേജ് വരില്ല കേട്ടോ, എനിക്ക് പേടിയാണ്, അങ്ങനെ പറഞ്ഞ കുട്ടിയാണ്. പക്ഷേ അവൻ ഫ്രഷേഴ്സ് ഡേക്ക് സ്റ്റേജ് വന്നിട്ട് റാംബോക്കും ചെയ്തിട്ടാണ് പുള്ളി പോയത്. മീൻസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം സാറേ, ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് തോന്നി. ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീട്, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നിനക്ക് പറ്റുന്ന രീതി. ഞാൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ആരും നിന്നെ ഒന്നും പറയോ ചെയ്യോ ഒന്നുമില്ല. നീ മുൻപോട്ട് വന്നിട്ട് കൈ ഒന്ന് കാണിച്ചിട്ട് നീ പുറമോട്ട് നടന്ന് വെക്കും, ഇത്രയും ചെയ്യാൻ മതി. അവൻ അങ്ങ് അതുപോലെ ചെയ്തു. അപ്പം പിന്നെ പുള്ളിക്ക് കുഴപ്പമില്ല. ഇപ്പം സാറെ പാടിയാലോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചത് ഭയങ്കര വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചിട്ട് ഒരാൾക്ക് ഒരു 50 കിട്ടുന്നതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് അവിടെയാണ്. അത് കലയുമായിട്ട് ബന്ധപ്പെട്ടാണല്ല, കാരണം ഒന്ന് വലിഞ്ഞു നിൽക്കുന്ന ഒരാളൊന്നും മുൻപോട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പം തിയേറ്ററിലോട്ടും വർക്ക്ഷോപ്പിലോട്ടും ഒക്കെ വരുമ്പോഴത്തേക്ക്, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ തിയേറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്ററിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് അധ്യാപനമായതിനു ശേഷമാണ്. കാരണം ഞാൻ ഗസ്റ്റ് ലെക്ചർ ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഞാനൊരു 3-4 പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്, 3-4 നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കളമശ്ശേരി വന്നതിന് ശേഷമാണെങ്കിലും ഞാനൊരു പ്രൊഡക്ഷൻ ചെയ്തു. ഈ വർഷം എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഡു. അപ്പം എന്താണ്, പിന്നെ കുറേ ഞാൻ പറഞ്ഞു, ഞാനിപ്പം വന്ന കോളേജിലാണെങ്കിൽ, കളമശ്ശേരി കോളേജിലാണെങ്കിൽ അങ്ങനെ ഒരു തിയേറ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. അപ്പം എനിക്ക് ആദ്യം ഞാൻ ഒരു നാടകത്തിൻ്റെ ഒരു ഓഡീഷൻ വെച്ചപ്പോഴത്തേക്ക് 7 കുട്ടികളെ അങ്ങ് വന്നിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനോട് ആർക്കാണെന്നൊന്നും അറിയില്ല. പിന്നെ ഈ സിനിമാ മോഹമുള്ള കുറച്ച് കുട്ടികൾ കാണുമല്ലോ, അതിനകത്ത് കുറച്ച് പേര് ഇവിടെ നിന്നും വന്നതാണ്. 1-2 ആൾക്കാർക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ താല്പര്യപ്പെടുന്ന പിള്ളേർ വന്നു, അങ്ങനെയൊക്കെ വന്നതാണ്. അപ്പം എനിക്ക് 8 പേരെ വേണമെന്ന് ഞാൻ ഒരാളെ ഭീഷണിപ്പെടുത്തി ഒരാളെ കൂടെ കയറ്റിയിട്ടാണ് അവസാനം നാടകം കോറം തയ്ച്ചത്. സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ പറഞ്ഞു, നീ സ്ക്രിപ്റ്റ് എഴുതുന്നില്ല, നീ അഭിനയിച്ചാൽ ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ആ നാടകം ചെയ്തത് കണ്ടതിന് ശേഷം കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു, സാറേ അടുത്തോട്ടുണ്ട് ഇത്, നമുക്കൊന്ന് കയറണമല്ലോ എന്ന് പറഞ്ഞു വന്നിട്ടുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കാണ് എപ്പോഴും ആ ഒരു ഇത് വരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു, ഒരു മ്യൂസിക്കിൻ്റെ ഒരു പരിപാടി നടത്തിയതിന് ശേഷം പാടുന്ന കുറെ കുട്ടികൾ, സാറേ ഇനി അടുത്ത പരിപാടി എന്നാന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പം they need something, ഒന്ന് പുഷ് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണമായിരിക്കും. പിന്നെ ഇതിനോടൊക്കെ പ്രത്യേകിച്ച് ഇപ്പം തിയേറ്ററിനേക്കാൾ ഉപരിയായിട്ട് സിനിമാ മോഹമാണ് ബേസിക്കലി. ഒരുപാട് പേരുണ്ട്, നമുക്കറിയാമല്ലോ, നമ്മൾ റീലുകൾ കാണാറുള്ളതാണ്, പിന്നെ ഷോർട്ട് ഫിലിംസ്. ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുക്കുന്ന പരിപാടി ഷോർട്ട് ഫിലിംസ് ആണ്. നല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് ചെയ്യാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ആ രീതിയിൽ ഇപ്പോൾ എടുക്കുമായിരിക്കും. അല്ലാത്തൊരു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടാണെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ, എഡിറ്റിംഗ് ഒക്കെ ഇപ്പോൾ ഒത്തിരി പേർക്ക് അറിയാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടോ. കാരണം ഇപ്പം ഒരുപാട് കുട്ടികൾ ഈ പറഞ്ഞ പോലെ പഠിക്കുന്നതിനകത്ത് അത്ര സംഭവം അല്ലെങ്കിൽ പോലും എഡിറ്റിംഗ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. എഡിറ്റിങ്ങിനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ ഫിലിം മാത്രമൊന്നുമല്ല എഡിറ്റിംഗ് എന്ന് പറയണത്, എത്രയോ ആഡ് ഫേംസ് ഉണ്ട്, എത്ര അതുപോലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഫ്രീലാൻസിങ് ആയിട്ട് തന്നെ നമുക്ക് എഡിറ്റിംഗ് ചെയ്ത് ചുമ്മാ വീട്ടിൽ ഇരുന്നാൽ മതി, അതുപോലെ ക്യാഷ് കിട്ടുന്ന ആൾക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ഫ്രീലാൻസിങ്ങിനായിട്ട് ഫോട്ടോഗ്രാഫിക്ക് പോകുന്ന ആൾക്കാർ, ഇപ്പോൾ ഫോട്ടോഗ്രാഫിയോട് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, വീഡിയോഗ്രാഫിയോട് താല്പര്യമുള്ളവരുണ്ട്, ഷോർട്ട് ഫിലിംസ് ഉണ്ട്, ഇതിൻ്റെ എഡിറ്റിംഗ് സൈഡുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. ഇതൊക്കെ ആക്ച്വലി മീൻസ് ഓഫ് ഏർണിംഗ് മണിയാണ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലിറിക്സ് എഴുതി കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ലൈക്ക് ഇതെല്ലാം ടാലന്റ് തന്നെയാണ്. അപ്പം ചില നോക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞ ആ ഒരു ചോദ്യത്തിനെ നിങ്ങൾ എന്താണ് പറയേണ്ടത്, ഒന്ന് തട്ടിവിടാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ, എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാർ ഈ കേരളം വിട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ് ബെറ്റർ കോഴ്സ് ചെയ്തിട്ട് അങ്ങ് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ള ആൾക്കാരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. സത്യം പറയാലോ, നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷേ എന്നാൽ പോലും ചോദ്യങ്ങളാണ്, ചുറ്റുമുള്ളവരുടെ ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതും ഡിസ്കംഫർട്ടബിൾ ആക്കുന്നതും. എന്ന് വെച്ചാൽ ഇപ്പം സ്നേഹത്തോടു കൂടി മോനെ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കുന്നത് അത് തെറ്റണമെന്നല്ല, പക്ഷേ ഈ പറയണ പോലെ നമുക്ക് നമ്മുടെ കാര്യത്തിനേക്കാളും താല്പര്യം മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണല്ലോ. അതിങ്ങനെ, പക്ഷേ അത് നല്ലൊരു വിഭാഗം ആൾക്കാരെയും അത് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട്, എനിക്ക് ഇത് കേൾക്കുന്ന കുട്ടികളെക്കാൾ ഉപരിയായിട്ട് ബാക്കിയുള്ളവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവർ ഇഷ്ടമുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. നമ്മൾ സ്നേഹത്തോടു കൂടി അവരുടെ കാര്യങ്ങൾ തിരക്കുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ അത് നാളെ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറരുത്. കാരണം ഈ എക്സ്പെക്ടേഷൻ എന്നുള്ളത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ അപ്പനും അമ്മയ്ക്ക് പോലും ഇത്രയും പ്രശ്നം കാണില്ല, അതാണ് ഇതിനേക്കാളും കൂടുതൽ ചുറ്റുമുള്ള ആൾക്കാർക്കായിരിക്കും. കൺസേൺ ഈസ് ഫൈൻ, പക്ഷേ
എന്താണ് അവൻ അങ്ങനെ ആയേ പറ്റൂ, അവന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അടുത്ത വർഷം ജോലി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ഞാൻ ചോദിക്കുന്നത് അവനൊരു വർഷം ചുമ്മാ ഇരിക്കട്ടെ, അവന് വീട്ടിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവൻ ചുമ്മാ ഇരുന്നോട്ടെ. നമ്മൾ എന്തിനാണ് ഇതിന് മാത്രം സങ്കടപ്പെടുന്നത്? എല്ലാവർക്കും ഒരു സ്പേസ് കൊടുക്കണമല്ലോ. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, സാറേ 2 വർഷം വർക്ക് ചെയ്തതിന് ബ്രേക്ക് എടുക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഒരുപാട് കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, അവിടെ ചെന്നിട്ട് ഈ പറയുന്ന പോലെ ഒരുപാട് കോഴ്സ് ചെയ്ത് വലിയ ജോലികളൊന്നുമല്ല, എല്ലാവരും പാർട്ട് ടൈം ഒക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. ഒന്നും കുഴപ്പമില്ല സാറേ, ഒന്നും കേൾക്കണ്ടല്ലോ, നമ്മളിവിടെ ആർക്കും അറിയത്തില്ല, നമ്മൾ ജോലി ചെയ്യുന്നു, ക്യാഷ് സമ്പാദിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. ചിലപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു മാസം എന്നിട്ട് പോകുമ്പോഴത്തേക്ക് ടിക്കറ്റ് എടുത്തത് അപ്പനായിരിക്കും എടുത്ത് കൊടുക്കുന്നത്. കാരണം അങ്ങനെ ഒരു റൂയിൻഡായിട്ടായിരിക്കും പോകുന്നത്. പിന്നെ അവിടെ പോയി പിന്നെ ഉണ്ടാക്കും പൈസ. പക്ഷേ അവരുടെ അവിടുത്തെ ഏറ്റവും വലിയ കംഫർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സോഷ്യൽ ആ ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ, അതിനകത്തൊന്നും അവർക്ക് മാറി നിൽക്കാനായിട്ട് പറ്റും. അത് ആണ് ഈ പറയുന്ന പോലെ അവരെ പലരെയും പുറത്തേക്ക് വിടുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് ഇന്ന കോഴ്സ് ഇന്ന രാജ്യത്ത് പോയി പഠിക്കണം, ഇന്ന ജോലിയിലേക്ക് കയറണം, ഇന്ന കമ്പനീസിലോട്ട് കയറണം എന്ന വിഷനോടുകൂടി പോകുന്നവർ 10% കാണും വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഞാനിപ്പം ഈ ഇത്രയും വർഷങ്ങൾ 10 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തു പോയി കണ്ടുള്ളതാണ്. അതിനുശേഷം അവരുടെ ചില പിള്ളേരുണ്ട് പറയുന്നത്, സാറേ ആ ലോണൊന്നും തീർന്ന് എങ്ങനെയാണ് നാട്ടിൽ വരായിരുന്നത്, കാരണം ഇങ്ങനെയൊന്നും അല്ല എക്സ്പെക്ട് ചെയ്ത് അവർ പോകുന്നത്. പലരും ഫോട്ടോ, നമ്മുടെ അടിപൊളി ഫോട്ടോ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പലരും പറയണത്, സാറേ പുറകിലുള്ള പച്ചപ്പ് മാത്രമേ ഉള്ളൂ, ഒരു കാര്യമില്ല എന്ന് പറയണവരാണ് ഒരുപാട് പേര്. കാരണം അവരിവിടെ ഭയങ്കര സ്ട്രഗിളിലാണ്. നല്ലൊരു വിഭാഗം കുട്ടികളും നല്ല സ്ട്രഗിൾസിലാണ്. ഇവിടെ വീട്ടിൽ ഒരു പണിയും ചെയ്യാതിരുന്നിട്ട് അവിടെ പോയിട്ട് 2-3 പാർട്ട് ടൈം ജോലി ചെയ്യുകയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അവിടെയൊക്കെയുള്ള അവരുടെ ഒരു സമാധാനം, ഇത് നോക്കിക്കൊണ്ടിരിക്കാനും ഇതിനെ വിമർശിക്കാനും വിലയിരുത്താനും ഒന്നും ആൾക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം അത് സമൂഹത്തിൽ നിന്നും ഒരല്പം മാറേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റി കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പിന്നെ കമ്പൽഷൻസ് കുറവാണ് പുറത്തേക്ക് പോയാൽ, അതാണ് വേറൊരു കാര്യം. ഇവിടെയാണ് ഈ പറയുന്ന പോലെ ഇന്ന കോഴ്സ് പഠിക്കണം, ഇന്ന പ്രായത്തിൽ ജോലി കിട്ടണം, ഇന്ന സമയത്ത് കല്യാണം കഴിക്കണം. ഇത് ഒരു പാറ്റേൺ ആണല്ലോ, ഭയങ്കര ഒരു പാറ്റേണിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എന്താണ് പറഞ്ഞത്, കൂടുതലൊന്നും ചെയ്യേണ്ട, അവനവന്റെ കാര്യം നോക്കിയിരിക്കുക, എല്ലാവരും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ആക്ച്വലി ഇപ്പൊ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇപ്പോ ഈ 2026 ഫസ്റ്റ് ട്രെൻഡിങ് ആയിരുന്ന ഒരു വീഡിയോ, ഒരു പെൻഗ്വിന്റെ വീഡിയോ ആയിരുന്നു അല്ലെ? അപ്പോ എല്ലാവരും പെൻഗ്വിനെ പോലെ ആയി എന്നുള്ളത്, അതായത് ആ ഒരു നോർമൽ റൂട്ടീനിൽ നിന്നും മാറി ചിന്തിക്കുക എന്നുള്ളൊരു മീനിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പെൻഗ്വിൻ പോലും വിചാരിക്കാത്ത ഒരു ലോഡ് മീനിങ്സ് ആ ഒരൊറ്റ മീമിന്റെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നിയത് ഈ ഒരു കാര്യമാണ് കേട്ടോ. അതായത് ആ ഒരു സൈക്കിൾ, അല്ലെങ്കിൽ ആ ഒരു പോകുന്ന സ്ഥിരമായിട്ട് എന്നും എണീക്കുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു, ഇതിൽ നിന്നൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു എക്സിറ്റ് കണ്ടുപിടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി കുറച്ച് ടൈം, നമുക്കറിയാം ചിലപ്പോൾ അത് നമ്മുടെ നാശത്തിനായിരിക്കാം, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു പോയിന്റ് ഭയങ്കര ഒരു അടിവരയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ ഒരു പാട്ടിന്റെ പുറകെ നമ്മൾ പോയി, പാട്ടോ എന്തായാലും ആയിക്കോട്ടെ, അതിന്റെ പുറകെ നമ്മൾ പോയി, നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ട് നമുക്ക് നടക്കുന്നില്ല, നമ്മൾ ഉറച്ച ബോധ്യം വന്നിട്ട് നമ്മൾ തിരിച്ചുവരവ് നടത്തും. അത് വേറൊരു ഫീൽഡിലോട്ട് പോന്നിരിക്കട്ടെ, ദാറ്റ് ഈസ് ഫൈൻ. അത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് അവർ മാറുന്നതാണ്. അതും നീ അങ്ങോട്ട് പോവണ്ടെന്ന് പറഞ്ഞ് കെട്ടിയിടുമ്പോഴത്തേക്ക് എപ്പോഴും അവന്റെ മനസ്സിലുണ്ട്, കാരണം എനിക്കത് പറ്റിയില്ലല്ലോ, ഞാൻ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ എന്തായനെന്നൊരു സാധനം അവിടെ കിടക്കും. അത് ജീവിതത്തിലുടനീളം ഉണ്ടാവും. അപ്പം ലെറ്റ് ഹിം ഗോ, ലെറ്റ് ഹിം എക്സ്പ്ലോർ, എക്സ്പീരിയൻസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പീരിയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിൽ നിന്നേ പഠിക്കുകയുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുകയുള്ളൂ. അത് ആ എക്സ്പീരിയൻസ് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ അല്പം മാറിയിരിക്കുക, അവർ ചെയ്തോട്ടെ, അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ അവനവന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് നേടിയെടുക്കാൻ പറ്റട്ടെ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി നമുക്കൊരു പാട്ടിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അഭിജിത്ത് സർ കൂടെ തന്നെയുണ്ട്. എനിക്ക് ഉറപ്പാണ് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ചെവികൾ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ പാട്ടുകളിലേക്ക് പോകാം കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ലൂടെ ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നെയാണ് കൂടെയുള്ളത്. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എക്സ്പേർട്ടാണ്. നമുക്ക് കുറച്ചധികം സ്പെഷ്യൽ കാര്യങ്ങളിൽ കുറച്ചധികം അടിപൊളി മെന്ററിങ്ങും കുറച്ചധികം അടിപൊളി അഡ്വൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസറാണ് നമ്മുടെ സ്വന്തം അഭിജിത്ത് സർ. സർ, നമ്മൾ കുറച്ച് മുൻപ് ഒരു കാര്യത്തിനെ പറ്റി ഒന്ന് ചോദിച്ചായിരുന്നു അല്ലേ? ആൻഡ് റിയൽ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് നമ്മൾ ഡീപ്പായിട്ടൊന്ന് ചെന്നതിന്റെ ഭാഗത്ത് നമ്മൾ തിരിച്ചൊന്നും കൂടി വരുവാണ്. തിയേറ്റർ അതുപോലെ വർക്ക്ഷോപ്പിനെ പറ്റി നമ്മൾ കാര്യമായിട്ട് സംസാരിച്ചു. നമ്മുടെ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ 4 year ഡിഗ്രി ഒക്കെ വന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനൊക്കെ ഒരുപാട് കുറച്ചുകൂടെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം സിഗ്നേച്ചർ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു ഐഡിയ ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് തന്നെ, അതായത് ടീച്ചേഴ്സിന് തന്നെ അവരുടെ സ്പെഷ്യലൈസ് ഇരിക്കുന്ന ഏരിയയിലൊക്കെ കോഴ്സ് ഡിസൈൻ ചെയ്യാം. അതിന് യൂണിവേഴ്സിറ്റിയുടെ പെർമിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെമിനാർ കോഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ആഡ് ഓൺ കോഴ്സുകൾ
പോലെ നമുക്ക് കൊടുക്കാം. ഇപ്പം ഐ ക്യാൻ ഗിവ് ആൻ ആഡ് ഓൺ കോഴ്സ് ഓൺ തിയേറ്റർ, അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് വിത്തിൻ ദ കരിക്കുലം. നേരത്തെ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ കോഴ്സുകളായിട്ട് കൊടുത്തിരുന്ന കാര്യങ്ങൾ നമുക്കിപ്പം കരിക്കുലത്തിന്റെ ഭാഗമാക്കി മാറ്റാം. ഈ 4 year ഡിഗ്രിയിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഇനി ഇതിപ്പോൾ അതല്ലെങ്കിൽ പോലും നമ്മൾ കുട്ടികളൊക്കെ ഈ പറയുന്ന പോലെ മ്യൂസിക് താല്പര്യമുള്ളവർക്ക് അതിനുള്ള പ്ലാറ്റ്ഫോം കൊടുക്കുക. മ്യൂസിക് ക്ലബ്ബുകൾ, ഡാൻസ് ക്ലബ്ബുകളുണ്ട്, ആക്ടിങ് ക്ലബ്ബുകളുണ്ട്, ഡ്രാമ ക്ലബ്ബ്, അതായത് തിയേറ്റർ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അതൊക്കെ സജീവമാവണം, പ്രത്യേകിച്ച് ആർട്സ് കോളേജുകളെ സംബന്ധിച്ച്. കാരണം എഞ്ചിനീയറിംഗ് കോളേജസിലുള്ള അതുപോലത്തെ കോളേജസിൽ ഇതിനുള്ള ഒരു മാത്രമല്ല, അതിൻ്റെ ഒരു എക്കോസിസ്റ്റം വേറെയാണ്. അവിടെ അതിനുള്ള പോസിബിലിറ്റീസ് കുറവായിരിക്കും. അപ്പം നമ്മൾ ഫിലിം ക്ലബ്ബ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരാഴ്ച ഒരു സിനിമ കുട്ടികളെ കാണിച്ചിട്ട്, താല്പര്യമുള്ളവർ മതി, കാണിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഒരുപാട് പെർസ്പെക്റ്റീവ്സ് തുറന്നു കൊടുക്കും. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങളൊരു സിനിമ എടുക്കാമെന്ന് പഠിപ്പിക്കേണ്ട, ഒരു നല്ലൊരു സിനിമ ഇട്ട് കുട്ടികളെ കാണിച്ചിട്ട്, നമ്മൾ ഈ പോപ്പുലർ മൂവി കണ്ടിട്ട് ജസ്റ്റ് കൈയടിച്ചാൽ പോപ്പുലർ മൂവി തന്നെ കാണിച്ചാൽ മതി. ടോക്ക് അബൌട്ട് ദ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ ഫിലിം. അത് അല്ലെങ്കിൽ ക്യാമറ ആംഗിളിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഈ ആക്ടർ സ്വീകരിച്ചിരിക്കുന്ന മെത്തേഡ് ഓഫ് ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുക. അപ്പം ചിലപ്പോൾ അതൊക്കെ അവർക്ക് പുതിയ അറിവുകളായിരിക്കും, പുതിയ കാര്യങ്ങളായിരിക്കും. ഈ കോൺവെർസേഷൻ, ഇതിനെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ചിലപ്പോൾ അധ്യാപനം പോലും അറിയാത്ത കാര്യങ്ങൾ കുട്ടികൾ ഇരുന്ന് പറഞ്ഞു കൊടുക്കും. കാരണം പെർസ്പെക്റ്റീവ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഡയലോഗ് എന്നുള്ളതാണ്. നമ്മൾ സിനിമ ഡയലോഗ് അല്ല, നമ്മുടെ കോൺവെർസേഷൻ, നമ്മുടെ ആ സംസാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് അറിവുകളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ന്യൂസ് ചുമ്മാ ഇരുന്ന് കേൾക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് എന്നോട് ഒരാൾ ഈ വാർത്തയെക്കുറിച്ച് പറയുന്നത് കേൾക്കാനായിട്ട്. കാരണം നമുക്ക് പരിചയമുള്ള ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളിൽ നിന്ന് കിട്ടുന്ന അറിവ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഈ ആക്ടിങ് വർക്ക്ഷോപ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ആക്ടിങ് പ്രാക്ടീസ് മാത്രമല്ല. നമുക്ക് തിയേറ്റർ വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കോ അറിയാം, ആദ്യം ഒരു വാമപ്പ് ഉണ്ടാകും, ബ്രീത്തിങ് എക്സസൈസസ് ഉണ്ടാവും, സ്ട്രെച്ചിങ്സ് ഉണ്ടാവും. നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ ഒരുപാട് എക്സസൈസ് ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ഡയലോഗ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതിലോട്ടൊക്കെ വരുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. ചിലപ്പം ഒരാൾക്ക് ഈ പറയുന്ന പോലെ ആക്ടിങ്ങിൽ ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല, ഒരു 5-6 പേരുടെ മുന്നിൽ നിന്ന് അവനൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ഈ പറയുന്നത് ആ ഡിസ്കംഫർട്ടൊക്കെ മാറുക, പുറത്തേക്ക് വരിക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇത് സഹായിക്കുന്നുണ്ടാവും. അത് ആക്ടിങ് വർക്ക്ഷോപ്സ് എടുത്താലും, മ്യൂസിക് വർക്ക്ഷോപ്സ് എടുത്താലും, ഡാൻസ് വർക്ക്ഷോപ്സ് എടുത്താലും ഒക്കെ നമ്മൾ വെൻ വി ആർ ഇൻ എ ഗ്രൂപ്പ്, വെൻ വി ഇന്ററാക്ട് ടുഗെദർ, വെൻ വി പെർഫോം ഇൻ ഫ്രണ്ട് ഓഫ് സംബഡി, അതൊക്കെ ഓരോ ആൾക്കാരും ബിൽഡ് ചെയ്യുന്നൊരു വലിയ പ്രോസസ്സാണ്. ചിലപ്പം അവൻ ആ ആക്ടിങ് വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് മാറി ഒരു ആക്ടിങ്ങിലോട്ട് പോയില്ലെങ്കിലോ തിയേറ്ററിലോട്ട് പോയില്ലെങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാൻ, ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ, സ്വന്തം ഒപ്പീനിയൻ എവിടെയെങ്കിലും പറയാൻ, ഇതൊക്കെ അവനെ ചിലപ്പം അത് എക്യുപ്പ് ചെയ്തേക്കാം. അപ്പം തിയേറ്റർ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു മീഡിയമാണ്. നാടകമൊക്കെ പണ്ടല്ലേ, അതൊക്കെ ചുമ്മാതാണ്. കാരണം നാടകത്തിന് ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പം കൊച്ചി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കൊച്ചി തിയേറ്റർ ഫെസ്റ്റിവൽ ഇപ്പം 20th മുതൽ നടക്കുന്നുണ്ട്. അവിടെ ഇടയ്ക്ക് നമുക്ക് കേരള തിയേറ്റർ ഫെസ്റ്റിവൽ നമ്മൾ കണ്ടു. നാഷണൽ ലെവലിൽ ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നു. തിയേറ്റർ ഈസ് തിയേറ്റർ ഓൾവേസ് സ്റ്റാൻഡ്സ് ദെയർ. കാരണം തിയേറ്റർ എന്ന് പറഞ്ഞാൽ സിനിമയെക്കാട്ടിലും ഭയങ്കര റോ ആയിട്ടുള്ളൊരു ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് എപ്പോഴും നമ്മൾ അത് പിന്നെ സ്ഥിരം തിയററ്റിക്കലി പറയുന്ന കാര്യമാണ്. ഒരു നാടകം ചെയ്താൽ റെസ്പോൺസ് സഡനാണ്, ലൈവാണ്. നമുക്ക് അവിടെ ഏച്ചുകെട്ടലുകളോ എഡിറ്റിങ്ങോ ഒന്നുമില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഫസ്റ്റ് ചെയ്തൊരു നാടകത്തിനകത്ത് എൻ്റെ ഒരു നായികയായിട്ട് ചെയ്തൊരു കുട്ടി, അവൾ മകൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അപ്പം കുട്ടി നേരെ വന്നപ്പോഴത്തേക്ക് കാലൊരു ഒരു സ്റ്റെപ്പെ തട്ടി കുട്ടി വീഴുകയാണ്. അപ്പം കുട്ടി പെട്ടെന്ന് അത് മുൻപോട്ട് വന്ന് വീണിട്ട് അവിടെ കിടന്നിട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ട് മോനെ എന്ന് വിളിച്ച് ആർക്കും മനസ്സിലായില്ല കുട്ടി വീണതാണ്. അത് വളരെ നാച്ചുറലായിട്ടാണ് അത് പോയത്. അതൊക്കെ ഒരു സ്റ്റേജ് പ്രസൻസ് ആണ്. അത് നമുക്ക് സിനിമയിൽ അത് വീണാൽ കട്ട് പിടിച്ചിട്ടാണെങ്കിൽ അടുത്തത് എടുക്കാം. പക്ഷേ തിയേറ്ററിന് അതിനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. നമ്മുടെ ഓഡിയൻസ് മുമ്പിൽ ഇരിക്കുകയാണ്. ഡയലോഗ് തെറ്റാം, ഡയലോഗ് തെറ്റിയത് അതിനെ മാറണ്ട. ഇപ്പം ഞാൻ പല നാടകങ്ങളിലും ഡയലോഗ് വിഴുങ്ങി പോറുണ്ട്. പക്ഷേ അടുത്ത ക്യാരക്ടർ അതിനെ മാറ്റിയെടുക്കും. ലൈക്ക് വേറൊരു ഡയലോഗ് പറഞ്ഞിട്ട് അത് കണ്ടിന്യൂറ്റി കൊടുക്കും, മെയിൻറ്റെയിൻ ചെയ്യും. പാളിപ്പോകുന്ന സംഭവം ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ പറയണത് ഇത് നാടകത്തിനകത്ത് എന്ത് വേണേലും മാറി മാറിയ എക്സ്പെക്ടേഷൻസിനൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് വേറൊരു ഡയലോഗ് എടുത്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കൊക്കെ അവരത് മേക്കപ്പ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ കൈ നിട്ടതാണ് ആ പ്രസൻസ് ഓഫ് മൈൻഡ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ആ ആക്ടിങ്ങിനേക്കാൾ ഉപരിയായിട്ട് അവനെ ജീവിതത്തിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അവന്റെ കോൺഫിഡൻസ് കൂടും. അപ്പൊ എന്നെ കൊണ്ടും പറ്റും എന്നൊരു വിചാരം
കൂട്ടുകാരും ഉണ്ടാവും. പിന്നെ പറഞ്ഞല്ലോ കലയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു ജീവൻ പോലെയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ പണ്ട് പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു ഡാൻസ് കോമ്പറ്റീഷന് കുട്ടികളെ കൊണ്ട് പോയിട്ട് ഒരു ജഡ്ജ്മെന്റിനെ ബേസ് അത് എല്ലായിടത്തും നമ്മുടെ കുട്ടികൾ നല്ല നമുക്ക് തോന്നും. എന്നാൽ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ കിടന്ന് ഭയങ്കര വഴക്കാണ്. പിള്ളേർ സാറെ കുഴപ്പമില്ല, നമുക്ക് പ്രൈസ് വേണ്ട, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, പ്രൈസ് കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നമ്മളുടെ തെറ്റ് നമുക്ക് അറിയണമല്ലോ. കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് ബാധ കയറുന്ന പോലെയാണ്. കാരണം കലയെന്ന് പറയണത് നമുക്ക് അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ആ കലയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് ഈ പറയണ പോലെ നമ്മളൊരു കോംപ്രമൈസിനും തയ്യാറായി എന്ന് വരില്ല. ഇതിങ്ങനെ കുഴപ്പമില്ല, ഇൻസ്ട്രുമെന്റ് ഇല്ല കുഴപ്പമില്ല, അങ്ങനെയല്ല, അത് വേണം. നമ്മളിപ്പം ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയാറുണ്ട് കുഴപ്പമില്ല, അതെടുത്തോ, നമുക്ക് റെന്റ് കൊടുക്കാം, കുഴപ്പമില്ല എന്ന് പറയും. കാരണം അത് നന്നായിട്ട് നടക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പം തിയേറ്റർ എടുത്താലും, ഞാൻ ജനറലി ആണ് പറഞ്ഞത്, തിയേറ്റർ എടുത്താലും ഈവൻ മ്യൂസിക് എടുത്താലും ഡാൻസ് എടുത്താലും ഈവൻ ഫൈൻ ആർട്സ്, നമുക്ക് ഡ്രോയിങ് പോലുള്ള ഫൈൻ ആർട്സ് ഒക്കെ എടുത്താലും, ഞാൻ എൻ്റെ ഒരു ക്ലാസ്സിൽ കുട്ടിയെ ഞാൻ പറഞ്ഞാണ് നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടിയാണ്. ഞാനൊരു വട്ടം അവിടെ വീട്ടിൽ പോയപ്പോഴാണ് അത് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, നീ വരയ്ക്ക്, വൺ ഡേ വീക്കെൻഡ് അറേഞ്ച് ആൻ എക്സിബിഷൻ നമുക്ക് ചെയ്യാം. ഒന്ന് വെച്ചാൽ പുറത്ത് ആയിരിക്കത്തില്ല, നമുക്ക് കോളേജിൽ നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് ഒരു ദിവസം ഒരു ചെറിയ നടത്താം. അത് ബാക്കി നീ നോക്കണ്ട, നീ വരയ്ക്ക്. അതിപ്പം അങ്ങനെ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവണം. അതുപോലെ എഴുതുന്നവരുടെ ഞാൻ പറയാണ്, ഈ കുറേ എഴുതി കൂട്ടാറുള്ള ആൾക്കാരുണ്ട്, കവിതയാണേലും കഥയൊക്കെ ആണേലും. ചിലപ്പം ഇതിൻ്റെ ബാക്കി സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുന്നില്ലായിരിക്കും. അപ്പം ഞാൻ ഇതുപോലെ ചിലരോടൊക്കെ പറയാറുണ്ട്, അത് എഴുതി പിന്നെ നന്നായിട്ട് പോയിംസ് എഴുതുന്നൊരു പയ്യനുണ്ട്. അപ്പം ഞാനോട് പറഞ്ഞാണ്, നീ കുറച്ച് എഴുതിയിട്ട് നമുക്കൊരു കമ്പൈലേഷൻ ആക്കാൻ പറ്റുമ്പോഴത്തേക്ക് നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. നമുക്ക് അറിയാവുന്ന ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ചെറിയ ബുക്കാക്കി ഇറക്കാം. നീ അത് എഴുത്. അപ്പം അങ്ങനെയൊക്കെ ഈ പറഞ്ഞല്ലോ, ഞാൻ ഗെയിൻ പറഞ്ഞ പോലെ പീപ്പിൾ ഹു ഫെസിലിറ്റേറ്റ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ കൂടെ ഉണ്ടാവണം. എനിക്ക് അധ്യാപകരോട് ജനറലി, ഞാൻ അധ്യാപകരോട് പറയാൻ ആരുമല്ല, ബിക്കോസ് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കലാപരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്നല്ല, അവരെന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പരിമിതികളുണ്ടാവും. നമുക്കറിയില്ല ഒരു കുട്ടി ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, അവൻ്റെ അവസ്ഥ എന്താണ്, അവൻ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് എന്താണ്. ഇതൊന്നുമില്ലെങ്കിലും എല്ലാം നല്ല വലിയ വീട്ടിൽ നിന്ന്, പൈസ ഉള്ളൊരു വീട്ടിൽ നിന്ന്, നല്ല വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും വി ഡോണ്ട് നോ ദി ഇമോഷൻസ് ഹീസ് ഗോയിങ് ത്രൂ, നമുക്കറിയില്ല. അപ്പം നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഭയങ്കര ഒരു മോശം ഒരു പരിപാടിയാണ്. അത് നേരത്തെ ഒരു നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടിയെ കാണുമ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെയാണ് നമ്മൾ ജഡ്ജ് ചെയ്തും വെച്ച് കഴിയും. അത് മാറ്റണം. കാരണം നമുക്കറിയില്ല അപ്പുറത്തെ ആൾ എങ്ങനെയാണെന്നുള്ളത്. പ്രശ്നമുള്ള ഒരുപാട് കുട്ടികളുണ്ട്, അത് വേറൊരു കാര്യം. ഈ ആറ്റിറ്റ്യൂഡൊക്കെ ചുമ്മാ ആറ്റിറ്റ്യൂഡ് ഇരുന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ടേക്ക് സം ടൈം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ്. അത് ആവശ്യമാണ്. നമ്മുടെ ജഡ്ജ്മെൻറ്റിലോട്ട് പോകാതെ അത് ആവശ്യമാണ്. സോ അതുകൊണ്ട് ഈ കലയുടെ എല്ലാ കാര്യങ്ങളും, തിയേറ്റർ എടുത്താലും മ്യൂസിക് എടുത്താലും ഡാൻസ് എടുത്താലും ഏതെടുത്താലും, അവരെ ആ ഒരു മേഖലയിൽ മുമ്പോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ അവരെന്താണ്, അവരുടെ ഒരു ഓവർറൗണ്ട് ഡെവലപ്മെന്റിന് സഹായിക്കും. ഓക്കെ, അപ്പം മുൻവിധികളില്ലാതെ മുന്നോട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. ഓക്കെ, എന്തായാലും ഇനി നമ്മൾ ഒരുമിച്ച് പോകുന്നത് ഒരു പാട്ടിലേക്കാണ്. പാട്ടിന് ശേഷം നമുക്ക് കുറച്ചധികം സ്കില്ലുകളെ പറ്റി അറിയാനുണ്ട്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഉയരെയാണ്. അഭിജിത്ത് സാറാണ് കൂടെയുള്ളത്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, സെന്റ് പോൾസ് കോളേജ്, കളമശ്ശേരി. 89.6 FM സർഗക്ഷേത്ര. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉയരയിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസറായ അഭിജിത്ത് സാറാണ്. അഭിജിത്ത് സാർ, എനിക്ക് ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ അറ്റൻഡൻസ് ബുക്കാണ് ഓർമ്മ വരുന്നത്. എപ്പോഴെങ്കിലും അങ്ങനെ പണി കിട്ടിയിട്ടുണ്ടോ? ഞാനങ്ങനെ ചോദിക്കുന്നതിൽ ആക്ച്വലി ഒരു പ്രശ്നമില്ല. കാരണം നമ്മളെ മിക്കവാറും റോൾ നമ്പർ 1 അല്ലെങ്കിൽ ഒരു കുറെ വർഷങ്ങളിൽ എൻ്റെ കൂടെ ഒരു അബ്ദുൾ ഉണ്ടായിരുന്നു. അപ്പൊ ABDയും ABH ആണ്. അവൻ ഉണ്ടായിരുന്നോണ്ട് ഭാഗ്യത്തിന് സെക്കൻഡ് നമ്പർ ആയിട്ട് കുറെ വർഷങ്ങൾ പോയി. കിട്ടുന്ന തല്ല് ഷെയർ ചെയ്യാൻ ഒരാളായിരുന്നൊക്കെ. അല്ലാതെ എല്ലായിടത്തും റോൾ നമ്പർ 1 ആണ് മോസ്റ്റ്ലി വരാറുള്ളത്. അപ്പം പക്ഷെ എനിക്ക് പിന്നെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ പേര് നമുക്ക് ഒരുപാട് ഇപ്പൊ അതെ ട്രോൾസിൽ മറ്റേ കല്ലെടുത്ത് മേലോട്ട് ഇട്ട് തിരിച്ചു വന്ന ഒരു അഭിജിത്ത് കാണുമെന്ന് പറയുന്ന വിഷ്ണു, അഭിജിത്ത്, അമൽ, അഖിൽ എല്ലാം ഉണ്ട്. അതെ. ഇപ്പോ എന്തായാലും ഞാൻ എന്റെ ഊഹം തെറ്റിയില്ല. നമ്മള് തിരിച്ച കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോ ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, ഇവരൊക്കെ ശരിക്കും അവരുടെ കരിയർ ഫോക്കസ്ഡ് ആണ്. ഞാൻ എങ്ങനെ പോയാലും ഒരു ഫിലിം മേക്കർ ആയിട്ടേ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ എന്നുള്ളൊരു ഉറച്ച നിഷ്ഠയുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫെസിലിറ്റേറ്റർ പിന്നിൽ നിന്ന് ഒരു ചെറിയൊരു പുഷ് കൊടുക്കാൻ
ഒരാൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ? അല്ലപ്പോൾ അവരുടെ എന്തെങ്കിലും സ്വഭാവത്തിലുള്ള മാറ്റങ്ങളാവട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാവട്ടെ, ഒരാളൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ വരുത്താൻ പറ്റും. അപ്പോൾ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അവരുടെ ഡെയിലി ഹാബിറ്റിൽ കൊണ്ടുവരേണ്ട, ഇൻക്ലൂഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സർ? ഡെയിലി, പ്രത്യേകിച്ച് ഈ ആർട്ടിസ്റ്റുകളെ കുറിച്ച് എപ്പോഴും പറയാനുള്ള കാര്യമാണല്ലോ, ഒട്ടും കൺസിസ്റ്റൻസി ഇല്ലാത്ത ആൾക്കാരായിരിക്കും എന്ന് പറഞ്ഞാൽ. അപ്പം ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഈ പറയുന്ന പോലെ അവരുടെ ഒരു പാഷൻ, ഒരു ഇഷ്ടത്തിന് പുറകെ പോകുന്ന ആൾക്കാരായിരിക്കും. അവരിങ്ങനെ കൃത്യമായ റുട്ടീൻ ഉണ്ടാവണമെന്നില്ല. പക്ഷേ താല്പര്യമുള്ളവർ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം, ഒരിക്കലും അണയാതെ പോകേണ്ട ഒരു കാര്യമാണ് പാഷൻ. പാഷൻ നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ല. നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യണം. പിന്നെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ നടക്കട്ടെ എന്നൊരു മനോഭാവം മാറ്റിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും വർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇപ്പോൾ അക്കാഡമിക്സ് എടുത്താൽ തന്നെ ഞാൻ പറഞ്ഞ ജോലി പെർമനന്റ് ഞാൻ ഇത്രയും വർഷം എടുത്തെങ്കിലും ഞാൻ അതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് പേപ്പേഴ്സ് തരണം, പബ്ലിക്കേഷൻ വേണമെങ്കിൽ പബ്ലിക്കേഷൻ വേണം, റിസർച്ച് വേണം. അതെല്ലാം അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ നമുക്കൊരു ഡയറക്ടർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ തപ്പി പോകണം. ഒന്നും ഇങ്ങോട്ട് വരില്ല. അത് ഞാൻ എൻ്റെ പിള്ളേരുടെ എപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഒരെണ്ണം ഇങ്ങോട്ട് വന്നൊന്നും കിട്ടില്ല. നമ്മൾ പോകണം. ആ ഒരു ജേർണി ഇറ്റ് വിൽ ബി സ്ട്രഗിൾ. അതിനകത്ത് ഒരു സംശയം വേണ്ട. അത് നമ്മൾ പണ്ട് എൻ്റെ ടീച്ചർ എപ്പോഴും പറഞ്ഞു, ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, റോസാപ്പൂവിന്റെ മെത്തൊന്നും അല്ല, മുള്ളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ഈ പറയുന്ന പോലെ ലക്കിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോൺടാക്ട്സ് വെച്ചോ കണക്ഷൻസ് വെച്ചിട്ടോ ഒക്കെ ചിലപ്പോൾ ഈസി ആയിട്ട് പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ എല്ലാവരുടെ കേസും അങ്ങനെയല്ല. ഇപ്പോഴും ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ തന്നെ സിനിമയിലോട്ട് കയറാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന, എങ്ങും എത്താത്ത ഒരുപാട് പേരെ അറിയാം. പക്ഷെ കൺസിസ്റ്റൻ്റ്ലി ദേ ആർ ഡൂയിങ് തിങ്സ്. അത് കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നത് പാഷൻ വിട്ട് കളയാതിരിക്കുക. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ എഴുത്തുകാരാണെങ്കിൽ റൈറ്റ് സംതിങ് കൺസിസ്റ്റൻ്റ്ലി, സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഒരു പെൺകുട്ടിയാണ്. ഞാനത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവളുടെ പേര് പറയാൻ ആഗ്രഹിക്കുകയാണ്. അമ്മു മരിയ അലക്സ് എന്നാണ് കുട്ടിയുടെ പേര്. ഇടുക്കിക്കാരിയാണ്. ഞാൻ PG പഠിപ്പിച്ചതാണ്. എൻ്റെ ആദ്യ നാടകത്തിലെ നായികയാണ് കുട്ടി. അപ്പം പക്ഷെ ഞാനത് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിനുശേഷം ഷീ സോ ഗുഡ് ഇൻ റൈറ്റിംഗ്. നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്. യൂണിവേഴ്സിറ്റിയിലൊക്കെ കഥയ്ക്കൊക്കെ എപ്പോഴും പ്രൈസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചെങ്കിൽ പോലും ഷീ സോ ഗുഡ് ഇൻ മലയാളം. അപ്പം പുള്ളിക്കാരി അതിനുശേഷം ഈ പറയുന്ന പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതി. അപ്പം ഒരു ഇടുക്കിക്കാരി, വളരെ കൺസർവേറ്റീവ് ഫാമിലി വരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം അവളെ സംബന്ധിച്ച് സിനിമ എത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റൻറ്റ് റിയാലിറ്റി ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ ആ കുട്ടി വിട്ടില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കൺസ്ട്രെയിൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫാമിലി പല സമയത്തും ഡൗട്ട് ചെയ്തെങ്കിൽ പോലും അവളുടെ ഒരു പാഷന് മുമ്പിൽ ഒരു വിട്ട് കൊടുക്കേണ്ടി വന്നതാണ്. അവൾ ഇറങ്ങിയിട്ട് ഷീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ജലധാര പമ്പ് സെറ്റാണ് കുട്ടി ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്ത പടം. പിന്നെ അതിനുശേഷം ഇപ്പം നിവിൻ പോളിയുടെ ഒരു ഫിലിം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് കൺസിസ്റ്റൻ്റ്ലി ബിൽഡിങ് ഹർ റോൾ ടു ബിക്കം എ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. പക്ഷേ ഒട്ടും എളുപ്പമല്ല. കാരണം ഷീ ഹാസ് നോ അതർ, ഇങ്ങനെ ഈ വന്ന് അസിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള കോണ്ടാക്ട്സ് അല്ലാതെ ഷീ ഹാസ് നോ അതർ കണക്ഷൻ. ഒരു ബിഗ് ഫിഷ് അല്ല. കാരണം അങ്ങനെ വലിയ കോണ്ടാക്ട്സ് ഉള്ള ഒരാളോ ഒന്നുമല്ല. അവളുടെ ആ ഒരു ജേർണിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. ഓരോ പ്രൊജക്ട്സ് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ പ്രൊഡ്യൂസേഴ്സ് വിൽ ഡൗട്ട്, ന്യൂ ഗേൾ, ഷീ ഈസ് കമ്മിങ്, നോ അതർ ബാക്ക്ഗ്രൗണ്ട്സ്. അവൾ ചെയ്ത കുറച്ച് ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ് ഒക്കെ ഉണ്ട് അവരുടെ കയ്യിലുണ്ട്. നല്ല വർക്കുകളുണ്ട് അവരുടെ കയ്യിൽ. അത് മാത്രമാണ് അവളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതല്ലാതെ നോ അതർ കോണ്ടാക്ട്സ് ഓർ കണക്ഷൻസ്, പുഷ് ചെയ്യാനോ പമ്പ് ചെയ്യാനോ ഒന്നും ആളുമില്ല. പക്ഷേ അതിൽ നിന്നും ഇത്രയും വർഷങ്ങളായി, എനിക്ക് തോന്നുന്നൊരു 8-9 വർഷത്തോളമായി, ഷീ ഈസ് കൺസിസ്റ്റൻ്റ്ലി ദെയർ. വിട്ടുകൊടുക്കുന്നേ ഇല്ല. ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ അപ്പോൾ അവളുടെ ഫസ്റ്റ് മ്യൂസിക് വീഡിയോയ്ക്കൊക്കെ ഞാൻ കൂടെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴും ഒക്കെ ഹെൽപ്പിന് കൂടെ ഉണ്ടാകാൻ പറ്റിയിട്ടുള്ളൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഒരുപാട് സമയങ്ങളിൽ ഡൗൺ ആയി പോകേണ്ട സിറ്റുവേഷൻസ് ആ കുട്ടി മാത്രമല്ല, എനിക്ക് ഇതുപോലെ അറിയാവുന്ന പലരും വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. കുഴപ്പമില്ല, വണ്ടി പൊക്കോട്ടെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പാഷനേറ്റ് ആയിട്ട് അതിൻ്റെ പുറകെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് കറേജ്. അത് വേണം. അപ്പം പാഷൻ, കൺസിസ്റ്റൻസി, നിങ്ങളുടെ ഫീൽഡ് എന്താണോ നിങ്ങൾ അതിൽ റെഗുലറായി വർക്ക് ചെയ്യണം. നമുക്ക് ഒന്ന് കഴിഞ്ഞ് രണ്ട് നടന്നില്ല എന്ന് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതവിടെ തീരും. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ട്രാഫിക് സിനിമയിൽ പറയുന്ന പോലെ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ കുട്ടി 10 പേരുടെ പ്രൊജക്റ്റ് പറയുമ്പോഴത്തേക്ക് ഒന്നും ശരിയായില്ലെങ്കിലും ഒരാളുടെ യെസ് മതി ആ കുട്ടിയുടെ ലൈഫ് മാറാനായിട്ട്. അപ്പം വെൻ ഷീ ടോക്സ് അബൌട്ട് തിങ്സ് ആൻഡ് ഗിവ്സ് ഡീറ്റെയിൽസ്, അത് പ്രകടമാണ്, ആ പാഷനോട് പ്രകടമാണ്. പക്ഷേ അത് പെർസിസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ കൺസിസ്റ്റൻസി, പാഷൻ, വർക്ക് റെഗുലർലി, അത്
ഏത് ഫീൽഡാണോ നമുക്കിഷ്ടം, അത് ഇത് എഡിറ്റിംഗ് ആയിക്കൊള്ളട്ടെ, യു റെഗുലർലി ഡു സംതിങ്. അതായത് നമ്മൾ എന്തിന് ഒരാളുടെ മുമ്പിൽ നമ്മളുടെ ഒരു കാലിബർ പ്രസന്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ദർ ഷുഡ് ബി സംതിങ് വിത്ത് യു. ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പം ഞാൻ സാറേ ഞാൻ ഡയറക്റ്റ് ചെയ്യും, അസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെന്നാൽ ആരും എടുക്കില്ല. ബട്ട് ഫോർ എക്സാമ്പിൾ വെൻ ഷീ ഹാസ് എ മ്യൂസിക് വീഡിയോ, ഷീ ഹാസ് എ ഷോർട്ട് ഫിലിം, ചെയ്ത കുറച്ച് വർക്ക് കയ്യിലുണ്ട്. അപ്പം നമുക്ക് ദർ ഷുഡ് ബി സം പോയിന്റ് ഓഫ് റെഫറൻസ്. ഒരു പാട്ടുകാരനാണെങ്കിൽ നിങ്ങൾ പാടി എന്തെങ്കിലും കൈ കാണണം. ഒരു ഡാൻസർ ആണെങ്കിൽ നിങ്ങൾ ചെയ്തതിന് പെർഫോമൻസ് കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പം നമ്മൾ ചിലപ്പോൾ പണ്ടില്ല, ഇപ്പം ഞാൻ ഇടയ്ക്ക് തരുണമൂർത്തി സാറിന്റെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ പ്യൂപ്പയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു വട്ടം പ്യൂപ്പയിലെ സാർ ഇതുപോലെ സംസാരിക്കാൻ പറഞ്ഞായിരുന്നു. പുള്ളി പറഞ്ഞ പോലെ ചിലപ്പം വലിയ ആക്ടേഴ്സിനെ ഒന്നും ആവില്ല ചില റോളുകൾ എടുക്കണത്. ചില ക്യാരക്ടേഴ്സ് നമ്മുടെ മൈൻഡിൽ കാണും, ചില ഫേസ് മൈൻഡിൽ കാണും. പുള്ളി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു അപ്പച്ചനെ കണ്ടിട്ട് ഇതാണ് ക്യാരക്ടർ എടുത്തോളം പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടറെ വിട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ചില ഫേസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്നായിരിക്കും. ഇപ്പം ആക്ടിങ് പാഷനേറ്റ് ഒരുപാട് പേര് നടക്കാറുണ്ട്, ഒത്തിരി സ്ക്രീൻ ടെസ്റ്റുകൾ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല സ്ക്രീൻ ടെസ്റ്റുകൾ വന്നിട്ട് അതൊന്നും കിട്ടുന്നില്ലായിരിക്കും. പക്ഷേ ഒരു ഡയറക്ടർ ചിലപ്പോൾ ഒരു ക്യാരക്ടർ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് പണ്ട് ആ സ്ക്രീൻ ടെസ്റ്റ് വന്ന് ആ പയ്യൻ അവൻ്റെ ഫേസ് കൊള്ളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും വിളിക്കുന്നത്. അപ്പം അത് നമ്മളിത് മടുത്ത് നിർത്തിയാൽ ഒന്നും നടക്കില്ല. വി ഷുഡ് റെഗുലർലി ഡു സംതിങ്. പിന്നെ ഈ പറഞ്ഞ പോലെ കരിയർ അക്കാഡമിക്സ് ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ ആങ്കറിങ് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ഐ ഓൾവേസ് അസ്യൂം മൈസെൽഫ് ടു ബി ദി ആങ്കർ ഓഫ് ആൻ അവാർഡ് നൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഞാനിപ്പോൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇത് നടക്കുമോ എന്നൊരു ടെൻഷൻ തീർച്ചയായിട്ടും എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ പോയത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ എറണാകുളത്തോടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ വെച്ച് ഇനിയും ഐ ക്യാൻ ഡു സംതിങ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അവിടുത്തെ തിയേറ്റർ പ്രൊഡക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ കാണാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. ഐ റിയലി വാണ്ട് ടു അസോസിയേറ്റ് വിത്ത് സം തിയേറ്റർ ഗ്രൂപ്പ്സ് ഓർ സംതിങ്. അപ്പം അത് ഇഷ്ടമാണ്. നമ്മളപ്പം പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു വൈസ് ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ പുറകെ പോകുന്നത്. അപ്പം ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ ഡെയിലി റൊട്ടീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് പാഷൻ ഷുഡ് ബി ദെയർ, കൺസിസ്റ്റൻസി ഷുഡ് ബി ദെയർ, റെഗുലർ വർക്ക് ഷുഡ് ബി ഡൺ. അത് ഏത് ഫീൽഡിലാണെങ്കിലും അത് അനിവാര്യമാണ്. വി ഷുഡ് ഹാവ് എ പ്രൊഫൈൽ വിത്ത് അസ്. നമ്മുടെ കയ്യിൽ നമുക്ക് ആരെയും കാണിക്കാൻ നമ്മുടെ കയ്യിൽ നമ്മുടെ സംഭവം ഉണ്ടാവണം. വി ഷുഡ് ഹാവ് സംതിങ്. തീർച്ചയായിട്ടും. എന്തായാലും നല്ലൊരു ബെസ്റ്റ് ഔട്ട്പുട്ട് സെറ്റാക്കി വെച്ചോളൂ. നല്ല കലക്കൻ അടിപൊളി ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തു വെച്ച ഒരു അടിപൊളി പാട്ട്, അവരുടെ ഓരോ ഔട്ട്പുട്ട് നമുക്ക് കേൾക്കാം അല്ലേ? ഓക്കെ, പാട്ടൊക്കെ കേട്ട് നമ്മൾ വേഗം തിരിച്ചു വരുന്നതായിരിക്കും ഉയരയിലൂടെ. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. അന്നയുണ്ട്, എൻ്റെ കൂടെ അഭിജിത്ത് സാറും ഉണ്ട്, അറ്റൻഡൻസിൽ ഒന്നാമൻ. അപ്പോഴേ സാർ, നമ്മൾ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അക്കാഡമിക് അല്ലെങ്കിൽ ആർട്സ് എല്ലാം നമ്മൾ ഇന്ന് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ പൊതുവേ നമ്മൾ പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് തെറ്റുകളെ പറ്റി. ഇപ്പം നമ്മളിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകളെ കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ച് അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെന്നാണ്. അപ്പോൾ സാർ, നമ്മൾ നേരത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചാറ്റിൽ കൂടുതൽ വന്നിരുന്ന ഒരു വാക്കാണ് ഫെസിലിറ്റേറ്റർ അല്ലേ? നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, നമ്മളെ ഒന്ന് പുഷ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ സാറിന് പൊതുവെ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ആർട്സ് ആവട്ടെ അല്ലെങ്കിൽ അക്കാഡമിക് ആവട്ടെ ഏത് രീതിയിലാണെങ്കിലും ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും ജനറലി കണ്ടുവരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് കുട്ടികളിൽ? ഐ മീൻ അവരുടെ ഇഷ്ടപ്പെട്ട മേഖലകളിലാവാം. തെറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതും ഒരു പെർസ്പെക്റ്റീവ് ഇതാണ്. ഇപ്പം അന്നയ്ക്ക് തെറ്റാന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് തെറ്റാന്ന് തോന്നുന്ന നിർബന്ധമില്ല. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അവനവനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇഫ് യു ഫൈൻഡ് സംതിങ് ദാറ്റ് വി ഡു ആസ് എ മിസ്റ്റേക്ക്, അഡ്മിറ്റ് ഇറ്റ്. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അത് പലർക്കും ഇപ്പം ഏറ്റവും ഇല്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളത് തെറ്റാണെന്ന് വിചാരിച്ചൊന്നും ആവില്ല ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു ദ്രോഹം അല്ലെങ്കിൽ ഒരു ഉപദ്രവമൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത കാര്യം ശരിയായില്ലെന്ന് തോന്നി അല്ലെങ്കിൽ അവിടെ പാളിയും തോന്നിക്കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യുക. ഇഫ് യു വാണ്ട് ടു സേ സോറി എന്ത് കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല. പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എത്ര പേര് അങ്ങനെ ചെയ്യുമെന്ന് സംശയമാണ്. ഈ പറഞ്ഞ എഗെയിൻ ന്യൂ ജനറേഷൻ ഒന്നും പറയുന്നില്ല, പണ്ട് മുതലുള്ള ആൾക്കാരിലാണെങ്കിലും പിടിവാശി, ശാഠ്യം, നമ്മൾ ചെയ്തൊന്നും തെറ്റെന്ന് അംഗീകരിക്കാത്തവരായിരിക്കും കൂടുതൽ. ഒന്നുമില്ല. നമ്മുടെ മുതുമുത്തച്ഛന്മാർ മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകത തന്നെയാണ് തെറ്റായിട്ട്. നമ്മളിപ്പോൾ ഞാൻ എഗെയിൻ പറഞ്ഞു, ഇപ്പം ഇത് കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടായിരിക്കും അവനവിടെ ഡയലോഗ് പറഞ്ഞാൽ മതി, ഇവൻ എത്രമാത്രം പറയുന്നുള്ളത് ചോദിക്കുന്നുണ്ടോ? അപ്പം നോർമലി എങ്ങനെയാണ്. പക്ഷേ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് പറഞ്ഞല്ലോ, നമ്മൾ ചെയ്തൊരു കാര്യം നമുക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ ഇത്
ഏറ്റവും കുറഞ്ഞത് അഡ്മിറ്റ് ചെയ്യാൻ. ഇനി അഡ്മിറ്റ് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, ന്യായീകരിക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഇനി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തെ ഓർത്തി ഇല്ലാത്തതിനെ ന്യായീകരിക്കാൻ നിൽക്കാതിരിക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, മിണ്ടാതിരിക്കുക. അതെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ അക്കാഡമിക്സ് എടുത്താന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, നമുക്ക് ഈ ഒരു നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് നമ്മൾ ചോദിക്കാറുണ്ടാവാം. ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. കാരണം പിന്നെ ശരിയാണ്, വെൻ വി ആർ എ പാർട്ട് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ വീട്ടിൽ ഇടപെടുന്നത് പോലെയല്ല നമ്മൾ കോളേജിൽ ഇടപെടേണ്ടത്, അതുപോലെയല്ല നമ്മൾ റോഡിൽ ഇടപെടേണ്ടത്, അതുപോലെയല്ല നമ്മുടെ സുഹൃത്തിൻ്റെ ഇടപെടേണ്ടത്. സോ ഓൾവേസ് ബി അവെയർ അബൌട്ട് ദ പ്ലേസ് യു ആർ ഇൻ, ഓൾവേസ് ബി അവെയർ അബൌട്ട് ദ എൻവയോൺമെന്റ് ദാറ്റ് യു ആർ ഇൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സംസാരിക്കേണ്ടത് എവിടെ സംസാരിക്കേണ്ടതെന്ന് നോക്കി സംസാരിക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഭവ്യതയോ ആദിവിനയോ ഒന്നും കാണിക്കാനല്ല, പക്ഷേ ബി വാട്ട് യു ആർ. എപ്പോഴും നിങ്ങളായിരിക്കുക. ഞാൻ ഇപ്പം നമ്മളിപ്പം ചില പിള്ളേർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ പ്രോഗ്രാം ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്ത് വരുന്നതെന്ന് ചുമ്മാ ചോദിച്ചേക്കാം. അപ്പം ഇത് ഡ്രസ്സിങ്ങിന് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ, വെൻ യു ഗോ ടു എ കമ്പനി ഫോർ എ ഫോർമൽ ഇന്റർവ്യൂ, ഇഫ് യു ഡ്രസ് ലൈക്ക് ദാറ്റ്, നോ പ്രോബ്ലം, യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് ജോബ്. അറിയാമല്ലോ. അപ്പം അതാണ് പറഞ്ഞത്, ഇപ്പം ഇഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് എ പർട്ടിക്കുലർ ഡ്രസ് കോഡ്, അത് തുടരുന്നതിന് അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അപ്പം നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതൊന്ന് നോക്കിയാൽ നന്നായിരിക്കും. ഇഫ് യു ഹാവ് ദ ലിബർട്ടി, ഇഫ് യു ഹാവ് ദ ഫ്രീഡം, യു ക്യാൻ ഷ്യൂർലി ഡു ദാറ്റ്. പിന്നെ ഈ പറയുന്ന പോലെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവരുടെ കാര്യമാണ്, നമ്മളിതിനെക്കുറിച്ച് കൊടുത്ത് ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ തെറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനിത് പറയാൻ കാര്യം, തെറ്റുകൾ ഈ പറയുന്ന പോലെ ആപേക്ഷികമാണ്. അത് ഒരാൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള രീതിയിൽ ഇരിക്കും. ചിലർക്കിപ്പം ഒരാളൊരു കാര്യം ചെയ്തത്, ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ചെയ്ത കാര്യം തെറ്റാണ് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം അത് അഡ്മിറ്റ് ചെയ്താൽ മതി. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരാൾ പറഞ്ഞു എന്ന നിലയിൽ നമ്മൾ ഭാരപ്പെടാൻ പോകേണ്ട ആവശ്യം ഇല്ല. അപ്പം അക്കാഡമിക്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഞാൻ പറയുവാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ഞാൻ ടൈം ടേബിൾ വെച്ച് ഇന്ന ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണം എന്ന് പറയുന്ന ഒരാളെ അല്ല. ഇഫ് യു ഫൈൻഡ് മോർണിംഗ് ആസ് എ റൈറ്റ് ടൈം, യു റീഡ് ദെൻ. ഈവനിങ് ആണെങ്കിൽ അങ്ങനെ, ഇനിയും 2 ദിവസം വായിക്കണ്ട, അടുത്ത ദിവസം വായിക്കൂ. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം എപ്പോഴാണോ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ചിലർക്ക് ഒരു എസ്സേ പഠിക്കാൻ 1 മാസം വേണമെങ്കിൽ ചിലർക്ക് ഒരു 2 മണിക്കൂർ മതിയായിരിക്കും. സോ വാട്ട് ഈസ് യുവർ കംഫർട്ട് സോൺ, ഡു ദാറ്റ്. അത് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്യുക. പരീക്ഷകൾ പിന്നെ പറയണ പോലെ പരീക്ഷകൾ ജീവിതത്തെ മാറ്റിമറിക്കില്ല എന്നൊക്കെ ഡയലോഗ് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഈ പറയണ പോലെ 80% ഒരാളും 90% ഒരാളും വന്നു കഴിഞ്ഞാൽ 90% തന്നെ അക്വയർ ചെയ്യുകയുള്ളൂ. അത് റിയാലിറ്റിയാണ്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരുടെയും കപ്പാസിറ്റി ഒരുപോലെ അല്ല, എല്ലാവർക്കും ഒരേ ബുദ്ധിയും കഴിവാണ്, ചുമ്മാതാണ്. അങ്ങനെയൊന്നും അല്ല. ചിലപ്പോൾ അത് വളർന്ന് വന്നതിൻ്റെ ആവാം, ചിലപ്പോൾ ജന്മന അങ്ങനെയായിരിക്കും. പക്ഷേ വളർന്ന് വന്നതിൻ്റെ ബേസിസിലാവും, അല്ലാതായിരിക്കാം. കപ്പാസിറ്റി കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ഉണ്ട്. അവർക്ക് പറ്റുന്നതിനെ മാക്സിമം ചെയ്യുക. ഇപ്പം ഒരു കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച്, ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട്, എൻ്റെ കൂടെ +2 പഠിച്ചൊരു കുട്ടി, ഷീ ഈസ് സോ ഹാർഡ് വർക്കിംഗ്. രാത്രി 12:30 1:30 ഒക്കെ വിളിച്ച് ഡൗട്ട് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷേ പരീക്ഷ വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഒരു 25-26 മാർക്ക് 80 കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ അത് നമുക്കറിയാം, കാരണം അത്രയ്ക്കൊരു കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉള്ളായിരുന്നു. പക്ഷേ ഷീ വർക്ക്സ്. നമുക്കിപ്പോൾ നല്ലൊരു ജോലിയൊക്കെ കിട്ടി നന്നായിട്ടിരിക്കുന്ന കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം ജീവിതത്തിൽ അതുപോലെ എഫേർട്ട് എടുക്കുന്നവർക്കും പെയിൻ എടുക്കുന്നവർക്കും എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുക. നമ്മുടെ ഒരു കാര്യം ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. പിന്നെ ഇനി കലയുടെ കേസിലൂടെ വരുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് ഒരിക്കലും ഒരു കൺസിസ്റ്റൻസി പറയാൻ പറ്റുന്നൊരു ഫീൽഡല്ല. ശരി തെറ്റുകൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ നോക്കിക്കാണുന്ന രീതികളിൽ പ്രശ്നമുണ്ടാകും. ഒരു സിനിമയെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് റീഡ് ചെയ്യണത്, അത് ഇഷ്ടമുള്ളവരുണ്ടാകും, ഇഷ്ടമാവാത്തവരുണ്ടാകും, അതിൻ്റെ മെസ്സേജ് ശരിയല്ലെന്ന് പറയുന്നവരുണ്ടാകും, ശരിയാണെന്ന് പറയുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ എത്തിക്കൽ ക്വസ്റ്റ്യൻസ് എടുത്താൽ ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് പറയുമ്പോഴും മേഴ്സി കില്ലിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും എപ്പോഴും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും. അപ്പം അതൊക്കെ ആപേക്ഷികമാണ്. പക്ഷേ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്താലും എന്ത് കാര്യം ചെയ്താലും കഴിയുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയും ദ്രോഹിക്കാതെയും ഇരിക്കുക. നമ്മൾ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവർക്കൊരു പ്രശ്നമായെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ദാറ്റ്. അതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാമെങ്കിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാഡമിക്കലി കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് യു സ്റ്റഡി, വാട്ട് യു ഡു. അത് പാഷനേറ്റ് ആയിട്ട് ആ ഫീൽഡിൽ പോകാൻ ശ്രമിക്കുക. കലയാണെങ്കിൽ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുക. കള്ളത്തരത്തിലൂടെ നേടിയെടുക്കുന്നതിന് ഒരുപാട് നാൾ നിലനിൽപ്പില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ ഉണ്ടാവുമില്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നമ്മൾ എന്താണ് പറയേണ്ടത്, നേരായ മാർഗത്തിലൂടെ പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അത്രേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് ചില കുറുക്കുകൾ നിനക്കിട്ട് വരുമായിരിക്കും, അറിയില്ല. പക്ഷെ എന്നാലും മാക്സിമം നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ വീഴ്ചകളിൽ നിന്ന് പഠിക്കുക. അത് നമ്മളെപ്പോഴും പറയുന്നതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. വീഴ്ചകളിൽ നിന്ന് പഠിക്കുക, തെറ്റുകളിൽ നിന്ന് പഠിക്കുക. കാരണം പറഞ്ഞല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് വർക്കൗട്ട് ആയാലും നമുക്ക് മനസ്സിലാതെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത രീതിയിൽ അത് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അറിയാം, ചില പ്രോഗ്രാംസിലൊക്കെ ഒന്നും വേണ്ട, ഇത്തിരി TV പ്രോഗ്രാംസിൽ ഇപ്പോൾ ഒരു അവാർഡ് ഷോയ്ക്ക് ഇടയ്ക്ക് ചിലപ്പം അവർ ഈ ചില കോമിക്കൽ സ്കിറ്റ് ഇൻക്ലൂഡ്
ചെയ്തുകൂടെ എന്ന് വിചാരിക്കുക. ചിലത് നൈസായിട്ട് പാളിപ്പോവും. ചിലപ്പോൾ അപ്പം അടുത്ത പ്രാവശ്യം അത് കാണില്ല അങ്ങനത്തെ ഇവൻ, ചിലപ്പോൾ അത് റിമൂവ് ചെയ്യും. അപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഷോയുടെ സക്സസ് പറഞ്ഞാൽ ചിലപ്പം ചില റിയാലിറ്റി ഷോസ് നോക്കിയാൽ മതി. അതൊരു ചിലപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചില ആൾക്കാരാണ്. അപ്പോൾ അവർ ഒരു 3 മാസത്തേക്ക് പ്ലാൻ ചെയ്തിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ വെൻ ദ ഷോ ബിക്കംസ് എ സക്സസ്, ചാനൽ വാണ്ട്സ് ടു പ്രൊലോങ് ഇറ്റ്. അപ്പം അത് 1 വർഷത്തോളം ഒക്കെ പോയിട്ടുള്ള ഷോസ് ഉണ്ട്. നേരെ മറിച്ച് 1 വർഷത്തെ ഷെഡ്യൂൾ ഇട്ടിട്ട് 3 മാസം കൊണ്ട് നിർത്തിയ പരിപാടികളും ഉണ്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സക്സസ്, ഹൗ ഇറ്റ് എന്താണ് കംസ് ഔട്ട് എന്നുള്ളതാണ്. അപ്പം തെറ്റുകളിൽ നിന്ന് പഠിക്കുക, നല്ലതെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഫ്ലറിഷ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ അത് കലയിലും അക്കാഡമിക്സിലും ഒന്നുമല്ല, ജീവിതത്തിലും അതൊക്കെ തന്നെയാണ്. എപ്പോഴും പറയുന്നത് നല്ലൊരു മനുഷ്യനായിരിക്കുക. അത് ബേസിക്കലി ബി എ ഗുഡ് ഹ്യൂമൻ എന്നുള്ളതാണ്. ഒന്നും പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ നല്ലൊരു മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, നമ്മൾ എന്തായാലും ലൈഫ് വാല്യൂസിലേക്ക് കൂടെ എത്തിയ സ്ഥിതിക്ക് ഇനി ഒരു പാട്ടിലേക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാട്ടും കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചെത്തുന്നതായിരിക്കും. അഭിജിത്ത് സർ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. You are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് അന്നയാണ്. ആൻഡ് നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നത് അഭിജിത്ത് സാറാണ്. സാറിനെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഏകദേശം 2 വർഷത്തോളമായിട്ട് ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാർ. എന്തുകൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു അധ്യാപകനായത് എന്നുള്ളത് ഇത്ര നേരത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ലൈക്ക് എനിക്ക് വേറൊന്നും ഡയലോഗ് അടിക്കാൻ പറ്റണില്ല, ഞാനിങ്ങനെ കേട്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. എന്തായാലും സാറിനോട് കൂടെ സംസാരിച്ചപ്പോൾ എനിക്ക് നല്ലൊരു കണക്ഷൻ ഫീൽ ചെയ്തു. ആൻഡ് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഫീൽ ചെയ്തത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് പറഞ്ഞപ്പോഴാണ് കേട്ടോ. ഞാനെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഈ പണ്ട് നടന്ന സംഭവങ്ങളും അല്ലെങ്കിൽ വലിയ മഹാന്മാരുടെ കൊട്ടേഷൻസ് ഒക്കെ പറയുന്നതിനെക്കാട്ടിലും അത് അറിഞ്ഞുകൊണ്ട് പറയണമല്ല. ഞാൻ ബേസിക്കലി എങ്ങനെയാണ് എപ്പോഴും പറയാറുള്ളത്, നമുക്ക് അറിയാവുന്ന ആൾക്കാരെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പം 67 ഒരു ഡയറക്ടർ എങ്ങനെ സിനിമ എടുത്തു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇപ്പം ഒരാൾ സിനിമയിൽ എങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് പറയുന്നുള്ളത് തന്നെയായിരിക്കും. കാരണം അത് മഹാന്മാരുടെ പടികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഞാൻ ഇടയ്ക്ക് പറയണമെന്ന് വിചാരിച്ചായിരുന്നു, നിങ്ങളുടെ ഷോയുടെ ടൈറ്റിൽ ഉയരെ, അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ സ്റ്റോറിയും സ്റ്റേറ്റസും ഒക്കെ ഇടാറില്ലേ, അന്നേരം ഞാൻ ഈ പറയുന്ന പോലെ ചിലരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കൂടുതൽ ഞാൻ എഴുതുന്ന ഒരു വാക്കാണിത്. ലൈക്ക് ഈ പറയുന്ന പോലെ നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ, പറക്കട്ടെ, ഉയരെ ഉയരെ എന്ന് എഴുതുന്നതാണ്. അത് പെട്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉയരെ വരുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാൻ വരും, പക്ഷെ അത് വിങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പറയണത്. നല്ല ഗംഭീരമായ ഒരു ടൈറ്റിലാണത്. കാരണം ഉയരെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ലൈഫിൽ എല്ലാവരുടെയും ഫോക്കസ് അങ്ങനെ തന്നെയായിരിക്കണം. ഉയരെ അത് ഒരിക്കലും നമുക്ക് നിലയ്ക്കുന്നതല്ല. നമ്മൾ ഒന്നുകൊണ്ടും നമ്മൾ സ്റ്റോപ്പ് അടിക്കുന്ന ഒരു സാധനമല്ല ജീവിതം എന്ന് പറയണത്. സോ എന്തുകൊണ്ടും ഒരിടത്തും തൃപ്തിപ്പെടാതെ ഉയരേക്ക് ചിന്തിക്കുക. തീർച്ചയായിട്ടും. എന്തായാലും സാർ, നമ്മൾ ഇത്രയും നേരത്തെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നു കുറേയധികം സ്റ്റുഡൻസിന്റെ വിശേഷങ്ങൾ, പേരൊന്നും അറിയാത്ത കുറേ കുട്ടികൾ വന്നു പോയി. ഒരുപാട് പേര് നാടകം, അതുപോലെ ഒരുപാട് പേര് സിനിമ, അങ്ങനെ പല പല മേഖലകളിലും വന്നു പോയി. പക്ഷേ സാറിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം, പ്രൊഫഷണൽ വേയിൽ ഒരു അനുഭവം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അത്? അങ്ങനെ പെട്ടെന്ന് ഒരു സിംഗിൾ ഇവന്റ് എന്നൊക്കെ ചോദിച്ചാൽ സിംഗിൾ ഇവന്റ് എന്നൊക്കെ ചോദിച്ചാൽ പാടാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് നാടകം ചെയ്തത് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നാടകവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആൾക്കാർ, അതായത് നാടകം നേരത്തെ ചെയ്തിട്ടുള്ള കുട്ടികൾ അതിനകത്ത് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരും അതിന്റെ ഭാഗമായിട്ട് വരികയും അങ്ങനെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നോക്കുവാണെങ്കിൽ. പിന്നീട് ഈ പറയണ പോലെ ഒരു സിംഗിൾ ഇവന്റ് ആയിട്ടല്ല ഞാൻ പറയണത്. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഞാൻ ആ വിദ്യാർത്ഥികളുമായിട്ട് നല്ലതായിട്ട് ബന്ധം പുലർത്തുന്നൊരു അധ്യാപകനാണ്. അത് ഞാൻ പറഞ്ഞു, അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതോ ആർട്ടിഫിഷ്യലായിട്ട് എടുക്കുന്നതോ ഒന്നുമല്ല. കാരണം ഞാൻ അന്നയോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത്. എനിക്ക് പരിചയമുള്ള എൻ്റെ കൂട്ടുകാരോടും സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വിദ്യാർത്ഥികളോടും ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എനിക്കല്ലാതെ ഇപ്പം പണ്ടൊക്കെ ചില സീനിയർ ആൾക്കാർ ചില ഉപദേശങ്ങൾ തന്നെ, അത് അധ്യാപകനാകുമ്പോഴത്തേക്ക് ഓൾവേസ് കീപ്പ് എ ഗോഡ്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്റ്റുഡൻസ്, സോ യു ഷുഡ് ബി ലൈക്ക് ദിസ് ലൈക്ക് ദാറ്റ്.
അത് ഞാൻ സന്തോഷത്തോടെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അന്നും ഇന്നും ഞാൻ എന്താണോ ഞാൻ അങ്ങനെ ആയിരിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഈ അധ്യാപകൻ ഇങ്ങനെ ആയതുകൊണ്ട് റെസ്പെക്റ്റ് പിടിച്ചു വാങ്ങാൻ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബേസിക്കലി പണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കാം. അപ്പോൾ കാരണം ഇപ്പോഴും ഈ പറയുന്ന പോലെ എന്നോട് വിദ്യാർത്ഥികൾ സ്നേഹം ഉണ്ടെങ്കിൽ ഞാനത് ഇതുപോലെ ഫേവറിറ്റിസം കൊണ്ട് ഒന്നും ആവുന്നതല്ല. കാരണം ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. എനിക്ക് അത്രേ ഉള്ളൂ. അതായത് എന്നെ ഇഷ്ടമുള്ളവർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇത് ചോദിച്ച ചോദ്യത്തിലോട്ട് വരുവാണെങ്കിൽ ഒരു സിംഗിൾ ഇവൻ്റ് അല്ലാതെ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വിദ്യാർത്ഥികളുമായിട്ട് ബന്ധം ഇപ്പോഴും പുലർത്തുന്ന ആളാണ് ഞാൻ. ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷ് സ്റ്റുഡൻസിനെ മാത്രം പഠിപ്പിക്കുന്ന ആളല്ല, എല്ലാ സബ്ജക്റ്റുകാരും പഠിപ്പിക്കുന്ന ആളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ BA ഇംഗ്ലീഷ് സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ എനിക്ക് കോൺടാക്ട് ഉള്ളത് BSc മാത്സുകാരും BSc BCom-കാരും ഒക്കെയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു മഴ പോലെയാണ്, ഒത്തിരി സംഘർഷപരമായ മഴയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ കുട്ടികളോട് സംസാരിക്കുകയൊക്കെ കൂടെ ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടി അവർക്ക് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ പല പല സാഹചര്യങ്ങളിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ, ഞാൻ ഫിനാൻഷ്യലി ഒന്നുമല്ല പറയണത്, അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പം, സംഘർഷങ്ങൾ വരുമ്പോഴത്തേക്ക് വിളിക്കാറുണ്ട്, പറയാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ചില എന്താണ് ഡിപ്രസ്ഡ് മൂഡ് മാറ്റാനായിട്ട് ഞാൻ ചിലരെ കൊണ്ട് ഞാൻ യാത്ര പോയിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ബസ്റ്ററാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് സ്ട്രെസ് ബസ്റ്ററാണ് ചായ കുടിക്കാന്ന് പറഞ്ഞാൽ പോയി ചായ കുടിച്ചിരുന്ന് വർത്താനം പറയാണ്ട് ഒരു അരമണിക്കൂർ വർത്താനം അവൻ്റെ പ്രശ്നമൊക്കെ തീരും. ജോയെ ഞാൻ ഈ ഒരു മൊമെന്റിൽ സ്മരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. അപ്പം അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ചില ആൾക്കാർ ഈ പറയുന്ന പോലെ ഇപ്പം ചില ഒരു പയ്യൻ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നന്നായിട്ട് പഠിച്ചിട്ട് PG കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ബാങ്ക് കോച്ചിങ് ആയിട്ട് തന്നെ കുറേ വർഷങ്ങൾ നിന്നിട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് സ്ട്രഗിൾ, ഡിപ്രസ്ഡ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ കോൺസ്റ്റന്റ്ലി സംസാരിക്കാറുണ്ട്. ഈ ചില ആൾക്കാർ ചില കുട്ടികളൊക്കെ ഈ പറഞ്ഞ ചില സാഹചര്യം നമ്മളൊന്ന് വിളിക്കുമ്പോൾ കരയാറുണ്ട്. ലൈക്ക് സാറേ ഒന്നും കൂടെ സെറ്റാകുന്നില്ല, നടക്കുന്നില്ല. അത് ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൊടുക്കുന്നൊന്നുമല്ല. പക്ഷേ കുറച്ച് ഇപ്പം എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ഈ പോസ്റ്റ് കോവിഡിലൊക്കെ നമ്മൾ എപ്പോഴും പറയാനുള്ളതാണ്, ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിക്ക് ആരെയാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ ഐ ഓൾസോ തിങ്ക് സമൺ ഹു ലിസൺ. ഇപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇത്രയും വാഗതോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഐ ഓൾസോ ലവ് ടു ലിസൺ. എനിക്കത് ഭയങ്കര ഞാനങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നൊന്നുമല്ല. ഒരാളെ കേൾക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ കോളേജിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ ഞങ്ങളുടെ മാനേജറെ കുറിച്ചും പ്രിൻസിപ്പലിനെ കുറിച്ചും അവിടെയുള്ള ബേസിക് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് എപ്പം വേണമെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ദേ വിൽ ലിസൺ ടു അസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ദോസ് പീപ്പിൾ ഹു ആർ സിറ്റിംഗ് ഇൻ എ പൊസിഷൻ. ചില ആൾക്കാരുണ്ട് റേഡിയോ പോലെയാണ്. ഇപ്പം നമുക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല, അവർ ഇങ്ങോട്ട് പറയുന്നത് വേണേ കേട്ടോണം എന്നുള്ളൊരു മട്ടാണ്. ഈവൻ ഐ നോ പീപ്പിൾ ഹു ആർ ഇൻ ഗുഡ് പൊസിഷൻ. ലൈക്ക് നമ്മൾ ഈ രാജാക്കന്മാരെയൊക്കെ കാണാൻ ചെല്ലുന്ന പോലെ നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് കണ്ട് വണങ്ങി പോവുക എന്നുള്ള മറ്റുള്ള. ബട്ട് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഞാൻ ഈ കോളേജിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേകിച്ച് അത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, നമ്മുടെ സത്യം പറഞ്ഞാൽ വളരെ ലോയലായിട്ട് നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ വളരെ ജോവിയലായിട്ട് നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും നമ്മൾ പറയുന്നത് കേൾക്കുകയും അതിന് റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാൾക്ക് കേൾക്കാനായിട്ട് നമ്മുടെ ചെവി കൊടുക്കുക. അവർക്ക് ചുമ്മാ ഈ പറഞ്ഞ എല്ലാം ശരിയാകുന്നതുകൊണ്ട് തട്ടുന്നതിന് പകരം ഈ പറഞ്ഞ പോലെ റിയാലിറ്റി എന്താണെന്ന് നോക്കിയിട്ട് അവരോട് സംസാരിക്കുക, മറുപടി പറയുക, അവരുടെ കൂടി ഇരിക്കാൻ പറ്റുമെങ്കിൽ കൂടി ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ഒരു സിംഗിൾ ഇവൻ്റായിട്ടല്ല ഞാൻ പറയണത്. പക്ഷേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കൂടെയുള്ള ഈവൻ എൻ്റെ അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, നിനക്ക് കുറേ പിള്ളേരുണ്ട് അങ്ങ് നടന്നോളൂ എന്ന് പറയാറുണ്ട്. അപ്പം എനിക്ക് അവരുടെയൊക്കെ ലൈഫിൽ എനിക്ക് അറിയാവുന്ന കുറേ വിദ്യാർത്ഥികളുടെ ലൈഫിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു പോയിന്റിൽ ഒരു ഇമോഷണൽ സപ്പോർട്ടായിട്ടോ മെൻ്റൽ സപ്പോർട്ടായിട്ടോ ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ടോ നിൽക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് പറ്റിയ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഈ പറയണ പോലെ ഞാൻ പറയുന്നത് തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസസ് ആണെങ്കിലും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു, ഈ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ ഒരുപാട് കുട്ടികളെ അവർക്കത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പേരൻസിൻ്റെ കാര്യം പറയുന്ന പോലെയാണ് ഈ ഒരു പെർഫോമൻസ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്ന കണ്ടാൽ അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ നാടൊക്കെ പെർഫോം ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് പിള്ളേരെ ആയിരുന്നു ജഡ്ജസ് വല്ലതും അപ്രീഷിയേറ്റ് ചെയ്താൽ എൻ്റെ കണ്ണിൽ നിന്ന് ധാരയായിട്ട് എടുക്കാൻ നോക്കും. ഞാനിങ്ങനെ ടവലൊക്കെ പിടിച്ച് നിൽക്കുകയായിരിക്കും. ഭയങ്കര ഇമോഷണലും ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് തിയേറ്റർ കോമ്പറ്റീഷൻസിന് ചെന്നൈയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെച്ച് എൻ്റെ ആ സെൻട്രൽ ക്യാരക്ടർ ചെയ്ത പയ്യനെ കുറിച്ചൊക്കെ ജഡ്ജസ് നല്ലത് പറയുമ്പോഴത്തേക്ക് അവൻ ചുമ്മാ നിൽക്കുകയാണ്, ഞാൻ കണ്ണിൽ നിന്ന് നിറകൂടെ തെളിഞ്ഞൊക്കെ നിൽക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറിച്ച് നല്ലത് പറയുമ്പോഴത്തേക്ക് എനിക്ക് മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റ്സ് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പം
ഈ ഒരു ജേർണിയിൽ പറഞ്ഞല്ലോ, ഒരു ഇവൻ്റായിട്ടല്ലാതെ ഈ പറയുന്ന പോലെ തിയേറ്റർ എടുത്താലും ഇപ്പം ഈ പറഞ്ഞ മ്യൂസിക് ഇല്ലാതിരുന്ന കുറേ കാര്യങ്ങളൊന്ന് പൊടി തട്ടി എടുത്ത് ഒരുപാട് പേരെ ഓരോ കാര്യത്തിലോട്ടൊന്ന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതും ഈ പറയുന്ന പോലെ കുറേ കുട്ടികളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സൈഡിൽ ഒരു ഭാഗമാകാനായിട്ടൊക്കെ പറ്റുന്നത് വലിയൊരു സംഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. കുറേ പിള്ളേർ ഈ പറഞ്ഞ പോലെ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുറേ കുട്ടികൾ അവരുടെ പേഴ്സണൽ സ്ട്രഗിൾസും ഈവൻ വീട്ടിൽ ഞാൻ എപ്പോഴും നമ്മുടെ അവിടെ പറയുന്നതാണ് ഒരു കാര്യമാണ്, അതായത് കുട്ടികളുടെ വീടുകളിൽ എന്താണ് നടക്കുന്നത്, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര പ്രിവിലേജാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്ക് കണ്ടാൽ തോന്നില്ല. അപ്പം അതൊക്കെ അറിയാൻ പറ്റുന്നത് അവർക്ക് നമ്മളോട് പറയാൻ എല്ലാവരോടും പറയില്ല ഇവർ. അപ്പം നമുക്ക് പറയാൻ തോന്നുന്ന ഒരു പൊസിഷനിൽ ഞാൻ നിൽക്കും എന്നുള്ളതിൻ്റെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും പറയുമെന്നല്ല, പക്ഷെ കുറച്ച് പേരെങ്കിലും അത് പറയുന്നുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റാറുണ്ട്. അപ്പം ആ ഒരു പൊസിഷൻ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ആ അധ്യാപനത്തിനെ സ്നേഹിക്കുന്നത് ആ ഒരു വശമാണ്, ലൈക്ക് ദാറ്റ് ടച്ച് ഓഫ് ഹ്യൂമാനിറ്റി, ഹ്യൂമൻ ടച്ച്. അവിടെയാണ് ഞാൻ എപ്പോഴും ഈ പറയുന്ന പോലെ പഠിപ്പിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, അത് വേറെ കാര്യം. ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയൊരു പാർട്ടായിട്ട് മാറാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റും സക്സസ്സുമായിട്ട് ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങളുടെ ഒരു കൂട്ടം സന്തോഷം. എനിക്ക് ഉറപ്പാണ് സാറിന്റെ സ്റ്റുഡൻസിന് ആർക്കും സാറിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ടാവുമായിരിക്കും എന്ന് പറയാം, പക്ഷെ ഞാനായിട്ട് ഞാൻ മാത്രമേ കാണുള്ളൂ. അത് എല്ലാവരും അത്രേ ഉള്ളൂ. ഇപ്പൊ മറ്റൊരു സാറാണെങ്കിൽ ആ പുള്ളിയെ പോലെ അല്ലെ ആ ടീച്ചറിനെ പോലെ ആ ടീച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ആരെ പോലും ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞപ്പോഴത്തേക്ക് അന്ന പറഞ്ഞതെന്ന് തോന്നുന്നു എന്നോട് കോൺവെർസേഷനിൽ കോപ്പിങ്ങിനെ കുറിച്ച്. നമ്മളിപ്പം ഒരു റീൽ കണ്ടിട്ട് എപ്പോഴും അതേ റീൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ വെൻ യു ട്രൈ ടു ഡു സംതിങ് ന്യൂ, ദാറ്റ് ഹാസ് സം ഡിഫറെന്റ് പ്ലേസ്. അത് പുതിയൊരു റീൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതും ഒരേ റീലിൽ തന്നെ കോപ്പി കാറ്റ് കാണുന്ന തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളുടെ ക്രിയേഷനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ പുതിയൊരു സംഭവം കൊടുക്കുമ്പോൾ, ഒരു ഐഡിയ കൊടുക്കുമ്പം ദാറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. അപ്പം ഞാൻ എപ്പോഴും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താൻ വിചാരിക്കുന്നത്, അതായത് എല്ലാവരും അവരവരായിരിക്കുക, ഒറിജിനലായിരിക്കുക, സന്തോഷത്തോടുകൂടി ഇരിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഒന്നിലും അങ്ങനെ ഡൗൺ ആയി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ചുറ്റും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്നാണല്ലോ, ദർ ഇസ് സംബഡി ഓർ ദി അതർ അറൗണ്ട്. അപ്പം അവർ ഇനി അഥവാ അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും, ഞാൻ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനും ഒറ്റയ്ക്ക് സിനിമ കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു പ്രശ്നമില്ല. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. എനിക്ക് ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്, ആരെങ്കിലും ഒരാൾ കൂടുതലുണ്ടെങ്കിൽ സിനിമ കാണാൻ പോകും എന്ന് പറയുന്നവരുണ്ട്. അതാണ് മനുഷ്യർ ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾ എന്തായിരിക്കുക അങ്ങനെ തന്നെ ആയിരിക്കുക, സന്തോഷത്തോടെ ആയിരിക്കുക. നിങ്ങളുടെ പാഷൻ എന്താണോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അതിനു വേണ്ടി നിൽക്കുക. സപ്പോർട്ട് വേണ്ട ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുക. ഇഫ് യു ഫൈൻഡ് സംബഡി ഈസ് നോട്ട് വാല്യൂയിങ് യുവർ പ്രസൻസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, മാറുക. അതേക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വേണ്ട സ്പേസിൽ നമ്മളായിരിക്കുക, വേണ്ടാത്തടത്തൊന്ന് മാറുക. നമ്മളെന്താണോ ആ ഒരു ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റുക. ബി എ ഗുഡ് ഹ്യൂമൻ റാദർ ദാൻ അച്ചീവിങ് എ ലോട്ട് ഓഫ് തിങ്സ്. എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു മനുഷ്യനായിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും സുഹൃത്തുക്കളെ, ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനുള്ളത്, ഞാനും അഭിജിത്ത് സാറിന്റെ ഒരു സ്റ്റുഡന്റായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സ്റ്റുഡന്റിനെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പേരെഴുതി ചേർത്തോളൂ, അന്ന. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചാറ്റ് ആക്ച്വലി ഞാനും തീരെ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാനും ഇങ്ങനെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളും അതുപോലെ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം ഗംഭീരമായിട്ട് സാറും പറഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ, ഞാൻ തുടക്കം മുതലേ സാറിനോട് പറയുന്ന ഒരു വേർഡാണ്, ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നമ്മൾ കേൾക്കുന്നവർക്കും ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ഈ ഒരു ടോക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ വിജയം. അപ്പോൾ സാറിന് ഇനിയും ഒരുപാട് കല്ലക്കൻ സ്റ്റുഡൻസിനെ, അതായത് പ്രത്യേകിച്ചും കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനൊരു ബൂസ്റ്റ് കിട്ടാത്തവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരൊക്കെ സാറിന് സ്റ്റുഡൻസ് ആയിട്ട് കിട്ടട്ടെ എന്നുള്ള ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ല ഫ്യൂച്ചർ സാറിന് നല്ല രീതിയിൽ തെളിച്ചു കൊടുക്കാനായിട്ട് പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് റേഡിയോ ഭാഷയിൽ കേട്ടുമുട്ടാമാണല്ലോ. അല്ല, ഒരുപാട് സന്തോഷം. അതോടെ ഞാൻ പറയട്ടെ, കാരണം സർഗക്ഷേത്രയുടെ ഈ ഒരു പ്രോഗ്രാം, ഉയരുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒത്തിരി നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. സർഗക്ഷേത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുള്ളവരായ സിജോ അച്ഛൻ എൻ്റെ ബാച്ച്മേറ്റ് ആണ് ഡിഗ്രിക്ക്. അപ്പം തന്നെ അച്ഛൻ വഴിയാണ് ഈ ഒരു ലിങ്ക് കിട്ടിയത്. ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് വർഷങ്ങൾ മുമ്പുള്ള ഒരു ബന്ധമാണ്. ഇപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരം സംസാരിക്കുന്ന ഒന്നുമല്ല. പക്ഷേ ഒരു സിനിമയുടെ ഒരു റിവ്യൂ എഴുതിയിടുമ്പോഴത്തേക്ക് ശരിയാ, ഞാനിങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ അല്ല എൻ്റെ അഭിപ്രായം, ഇങ്ങനെ അല്ലെങ്കിൽ അല്ലെന്ന് പറയും.
എനിക്ക് ഇങ്ങനെയാണ് തോന്നിയെന്ന് പറയാം. അപ്പം അതൊക്കെയാണ് ഞങ്ങളുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റോറിയിൽ നിന്നുള്ള ഒരു റെസ്പോൺസിലാണ് ബന്ധം ഇരിക്കുന്നത്. അപ്പം അത് അങ്ങനെയുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നും പ്രിപ്പയർഡ് അല്ല അത് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം അന്നെ അതുപോലെ തന്നെ വെച്ച് പിടിച്ച് ചോദിക്കുകയും ചെയ്തു. ഒരു ഇന്ററാക്ഷൻ വളരെ നല്ല രീതിയിൽ നടന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഉപദേശിച്ച് നന്നാക്കാൻ അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് അവർ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന സർഗക്ഷേത്രയോടും പിന്നെ അന്നയോടും സിജോച്ചനോടും ഇതിന്റെ ക്രൂവിനോടും എല്ലാവരോടും ഉള്ള എന്റെ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പോഴും എന്ത് കാര്യത്തിലും വിളിക്കാൻ കോൺടാക്ട് ചെയ്യാൻ ഉറപ്പായിട്ടും. അപ്പൊ ഒരു വിളിക്കകലെ ഒരു വിളിക്കപ്പുറം അഭിജിത്ത് സാർ അവിടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ശരി, അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേട്ട് പതുക്കെ അവിടെ നിന്ന് ബൈ ബൈ പറയാം. ഓക്കെ, സോ കേട്ടുകൊണ്ടേയിരിക്കൂ. കലക്കൻ പരിപാടികൾ ഇനിയും വരുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.